ഇവിടെ നിന്നും തുടങ്ങുകയാണ് ഞങ്ങളുടെ മനോഹരമായ ഗ്രാമത്തിലേക്കുള്ള പാത. പച്ചപ്പും പച്ചമണ്ണും പച്ചമനുഷ്യരും ഇന്നും അന്യമാകാത്ത ഒരു മനോഹരമായ ഗ്രാമം. ആരൊക്കെയോ മെനഞ്ഞെടുത്ത വാട്സപ്പ് സന്ദേശങ്ങളെ കടമെടുത്തുകൊണ്ട് സ്നേഹങ്ങളും സാന്ത്വനങ്ങളും പ്രാതലാക്കുന്ന പുതിയ കാലത്തിനു മുന്നിൽ പോയ കാലത്തിൻ്റെ ഊഷ്മള ബന്ധങ്ങളെ ഇന്നും മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ഗ്രാമം. എവിടത്തെയും പോലെ ഇവിടെയുമുണ്ട് ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം. പക്ഷേ ഇവിടുത്തെ പിണക്കങ്ങൾ കൂടുതൽ ഇണങ്ങാനുള്ളതാണെന്ന് മാത്രം. നാട്യങ്ങളുടെ മേലാപ്പണിയാത്ത നന്മകളാൽ സമൃദ്ധമാണ് ഞങ്ങളുടെ പൂവള്ളി ഗ്രാമം. പൂവള്ളിയാകെ പൊട്ടുതൊട്ടു
ശിവ, വർഷം 18 കഴിഞ്ഞിട്ടും നിന്റെ ഞെട്ടലിന് ഒരു കുറവില്ലല്ലടാ ശിവ. ഞാൻ വന്നിട്ട് കുറെ നേരമായി. നീ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ടാ വിളിക്കായിരുന്നത്. ആ കുപ്പി എടുത്ത് മാറ്റിക്ക, ശ്രീകുട്ടി വരാൻ സമയമായി. അവിടെ കണ്ട പിന്നെ അത് മതി, അറിയാലോ. അവരിപ്പോഴൊന്നും വരികയില്ല. ദീപാരാധന തുടങ്ങിയിട്ട് പോലും ഇല്ല. അല്ല, ഇവിടെ കിടന്ന് നീ ഉറങ്ങുന്ന സമയത്ത് നിനക്ക് കൂടി പൊക്കൂടായിരുന്നു അവളുടെ കാവിലേക്ക്. എന്തിന്? എടാ, 18 വർഷം മുമ്പ് എന്റെ ഭാര്യ എന്നിൽ നിന്ന് അകറ്റി അന്ന് തീർന്നതാ പൂവള്ളിക്കാവിലമ്മയും ഞാൻ തമ്മിലുള്ള ബന്ധം. അതെ, തങ്കക്കുടം പോലൊരു മകളെ തന്നതും അതേ കാവിലമ്മ തന്നെയാ. അതിന്റെ നീ ഓർക്കാത്തത്? അല്ല, പറഞ്ഞ പോലെ ശ്രീകുട്ടിയുടെ പിറന്നാളല്ലേ. ഇത്തവണ നമുക്ക് അവന്ന് ആഘോഷിച്ചാലോ? മണി, ഇന്നേ ദിവസം തന്നെയാടാ ചന്ദ്രി എനിക്ക് നഷ്ടമായത്. ഇതിലേതങ്ങനെ ആഘോഷിക്കേണ്ടത്? എന്റെ ഭാര്യയുടെ മരണോ അതോ മകളുടെ പിറന്നാളോ? ശിവ, ഈ ദുഃഖം ഉണ്ടല്ലോ, അത് മറക്കാനുള്ളതാ. ഓ, സന്തോഷമോ ആഘോഷിക്കാനുള്ളത്. അമ്മേ മഹേശ്വരി തായേ ജഗന്മയി കൈവല്യമേഘണേ കാവിലമ്മേ ഹൃത്തുടിത്താളത്തിൽ നിന്നവദാനങ്ങൾ പൂർണ്ണത്രയീശ്വരി നിൻ സവിധേ സങ്കടമോടേവം കുമ്പിട്ടു നിന്നിത അൻപോടു ഞാനിത പാടിടുന്നു അൻപോടു ഞാനിത പാടിടുന്നു നൊമ്പരങ്ങൾക്കാകെ അമ്പരച്ചുംബിയാം ആലംബവാരിധി അംബ മഹേശ്വരി പള്ളിയുറങ്ങുന്ന പുണ്യ പൂങ്കാവനം തുള്ളിയുറയുന്ന ദിവ്യരൂപം ഉള്ളം നിറഞ്ഞുന്ന കാണുവാനാകണം ചെന്താമരപ്പൂവേ വാഴുമമ്മേ ചെന്താമരപ്പൂവേ വാഴുമമ്മേ അമ്മേ 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 പെരുന്നാളായിട്ട് വഴിപാട് പൂള്ളിക്കാവലമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നും ഇല്ലേ? എന്റെ ശ്രീകുട്ടിയെ മാരാർ ഇടയ്ക്ക് കൂട്ടിയ ശേഷം മണിയടിക്കാൻ കിട്ടുന്ന സമയം ഒട്ടും പാഴാക്കാറില്ല. മാരാറ് മണിയടിക്കുമ്പോ തെയ്യമാധവൻ ശങ്കൂതും. എന്റെ കാവിലമ്മേ, ഇവര് തമ്മിലുള്ള വഴക്ക് നീ തന്നെ തീർക്കണേ. മഹാമായേ. എത്ര നേരായി അമ്മേ? പിന്നെ വാ പോവാ. ഒന്ന് പോ പിന്നെ. ഇന്നെന്താടാ അമ്പലം പറ്റത്ത് അപ്പു ഹാജരാവാത്തെ? അപ്പു ഇല്ലാതെ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുക പ്രസാദേട്ട. ആഹാ, എന്നിട്ട് അവനവിടെ? അവനോ? അവന്തേ?
ഒളിച്ചിരിക്കാൻ സമ്മതിക്കില്ല. വെടി ആർക്ക് വേണ്ടിട്ടാടാ അപ്പു? അത് എന്റെ വക അല്ല പ്രസാദേട്ടാ. അമ്മ വരാൻ സമയമായതുകൊണ്ട് ഞാൻ അങ്ങ് മാറിയെന്നല്ലേ. കാവുമുറ്റത്ത് വന്നിട്ട് തൊഴാൻ ചെന്നില്ല, പിന്നെ അമ്മയ്ക്ക് അത് മതി. അല്ലേലും നിനക്കൊക്കെ ഇവിടെ ഇരിക്കണ നേരം കൊണ്ട് അമ്പലത്തിൽ തൊഴാൻ വരണം. എടാ അപ്പു, നീ വീട്ടിലേക്ക് വാടാ, നിനക്ക് വെച്ചിട്ടുണ്ട്. നാനുണ്ടടാ നിനക്ക്. ഈ കാവുമുറ്റത്ത് വന്ന് ഇരിക്കാൻ കഴിയെങ്കിൽ അകത്ത് കഴിയുന്ന തൊഴാൻ നിനക്ക് എന്തത്ര മടി? ആ, അല്ലെങ്കിൽ എങ്ങനെ ഗുണം പിടിക്കാനാ? പറ്റിയ 2 കോന്തമാരല്ലേ കൂട്ടിന്. ഇന്ദിരാമേ നമുക്ക് പോവാം, അച്ഛനെ അന്വേഷിക്കും. വാ മോളെ. പ്രസാദേ, ഒന്ന് വീട് വരെ കൊണ്ടേക്ക്. ചേച്ചി കയറിയോ? ദൈവന്മാർ ഇവിടെ ഇരിക്കണ കണ്ടുകൊണ്ട് വന്നതാ. ഞാനും ആ വഴിക്കാം. ഒന്ന് വേഗം പോവാ പ്രസാദേ, ശിവേട്ടൻ ഇവിടെ നോക്കിയിട്ടുണ്ടാവും. തിന്നാനാകുമ്പോ അങ്ങോട്ട് വന്നോ. എടാ അപ്പു, ഈ നോട്ടമായ നോട്ടമൊക്കെ നോക്കിയിട്ടും അവള് നിന്റെ ഒന്ന് നോക്കുന്നത് പോലില്ലല്ലോടാ. കഷ്ടം. എൻ്റെ ഇഷ്ടം അവൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലടാ. നിങ്ങൾ കാണണേല്ലേ, എൻ്റെ അപ്പനും അമ്മയും ഞങ്ങളെക്കാൾ കാര്യമായിട്ടാണ് ശ്രീകുട്ടിയെ നോക്കുന്നത്. വീട്ടിൽ അവള് വേണ്ട സ്ഥാനേ എനിക്ക് അമ്മൂനും ഉള്ളൂ. ഒരവസരം വരട്ടെ, നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല, നീ ഇങ്ങനെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. എടാ തക്കവേലു, ഇതുവരെ കോഴീനെ ഒച്ചില്ല പിടിക്കാൻ നീ പഠിച്ചില്ലടാ. നീ കള്ളങ്ങളാന്റെ അനിയാന്ന് പറയാൻ എനിക്ക് കുറച്ചിലാടാ. പിന്നെ കോഴീനെ പിടിക്കുമ്പോ കോഴി ഒച്ച ഉണ്ടാക്കാതിരിക്കണെങ്കിലേ പിടിക്കണ കോഴി അന്തനും ബേദിനും മൂകനുമായിരിക്കണം. അതറിയാവണ്ണന്. എടാ അച്ചാമ്മടെ വിളിച്ച മുതലും പലിശയും നാളെ തന്നെ മടക്കി കൊടുക്കണമെന്ന് പറഞ്ഞേക്കണേ. അച്ചാമ്മനോട് എനിക്ക് ഒടുക്കത്തെ പേടിയാണ് പണ്ടാടങ്ങൾ. അത് പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്യും. അത് അല്ലെങ്കിൽ പ്ലാക്കട്ടത്തിൽ അച്ഛൻ മഹാവടക്ക അറിയാവണ്ണന്. തോട്ടടിക്കല്ല പടേ. എടാ ആ മംഗലത്താശാന്റെ സുന്ദരിയാട് ഞങ്ങൾ പൊക്കിയാലാ. അപ്പൊ അച്ചാമ്മയ്ക്ക് മുതലും കൊടുക്കാം പലിശയും കൊടുക്കാം. അപ്പൊ നമ്മുടെ നാളത്തെ പണി മംഗലത്താശാന്റെ സുന്ദരി കുഞ്ഞാട്. അണ്ണാ ദേ പോവാലും കൂവി, നേരം വെളുത്തു. ഇപ്പൊ കാവ്യന്ന് പാട്ട് കേൾക്കും, നമുക്ക് പോയാലോ? ത്രേസിയുടെ കടയിൽ പോയി ചായയും കുടിച്ച് 2 കോഴീനും കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. കഷത്തിൽ കോഴി ഇരിപ്പില്ലേ? പിന്നെ നമുക്ക് ഈ പൂവാലോടെ പോക്കേലാണോ? എടാ ഈ പൂവള്ളിൽ ഈ പൂവായില്ലെങ്കിൽ നേരം വിളിക്കത്തില്ല. പിന്നെ പൊന്നോ അണ്ണാ, നമ്മുടെ പൂവാലം കോഴി അണ്ണന്റെ പുറത്ത് കാഷിച്ചു എന്നുള്ളൂ. എന്തൊരു നാറ്റവും. ശരിയാണല്ലോ മോനെ, ഞാൻ ഈ ഉടുപ്പ് മാറ്റിയിട്ട് വരാം. നീ കോഴികളെ സൂക്ഷിച്ചോളാം. നോക്കണം, അണ്ണ പോയി അത് കുളിച്ചിട്ട് വാ. ഞാൻ സഹിക്കണ്ട, ഇവന് സഹിക്കാനെന്താ? ഇവന്മാരെവിടെ പോയി? ഇവിടെ കണ്ടതാണല്ലോ. ഇവിടെ ഏതായാലും ഇന്നത്തെ ചായയുടെ പൈസ അരമന കണക്കി പെടുത്തേണ്ട വരുമല്ലോ കർത്താവേ. അച്ചോ, ഞാനൊന്നും കേട്ടില്ലേട്ടാ. ഇന്നത്തെ കസർത്തെ കഴിഞ്ഞ അച്ചോ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓ, എന്റെ വക അച്ഛനൊരു പടവലങ്ങ ഇരിക്കട്ടെ. വെറുതെ കിട്ടിയതല്ലേ, ഇരിക്കട്ടെ. മണിതാ വരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. നിന്റെ സ്തുതി ആർക്ക് വേണോടാ പോത്തെ? വെറുതെ കിട്ടിയ എന്തും വാങ്ങുന്നവനെ അച്ഛൻ ഒരു കരക്കമ്പി ഈ നാട്ടിൽ മുഴുവൻ പാട്ടാ. അതുകൊണ്ട് ഒരു സ്തുതി വെറുതെ പറഞ്ഞു. അത് ശരി അച്ചോ. എന്റെ പടവലങ്ങ മേടിച്ച അവന്റെ സ്തുതി മേടിക്കാൻ പരം പോറയപ്പോ. അതെ, ഇന്നലെ എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിലാക്കാൻ പറഞ്ഞിട്ട് അവനങ്ങ് നിർത്താതെ പോയടാ. ആവടാ, നല്ല വില കൂടിയ 1-ാം തരം കാറ് പള്ളിമുറ്റത്തിട്ടേച്ച അച്ഛൻ ഈ ഓസ് അടിക്കാൻ നടക്കുന്നത്. അങ്ങനെയുള്ള അച്ഛൻ കുറച്ച് നടക്കുന്നത് തന്നെയാ നല്ലത്. നീ വന്ന് കയറിയേ. അല്ല അച്ഛൻ ഇങ്ങനെ ചുമ്മാ കസർത്തടിച്ച് നടന്നാ മതി. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ടെന്നേ. അല്ല, ആകെ ഒരു അച്ഛനല്ലോ, അച്ഛനെ കൊണ്ടുപോടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് തമ്പുരാൻ വരെ കുരിശ് വന്നിട്ടുണ്ട്, പിന്നെയാണോ ഞാൻ? കേറച്ചോ. ഒന്നും കാര്യം നീ പറയണ്ട. എന്തായാലും ഇന്നത്തെ യാത്ര എന്റെ വക ഓസിലാട്ടച്ചോ. ഓസൊന്നും വേണ്ട, ചായ വാങ്ങിച്ചോ. കലിപ്പിലാണ്. ഈടാ, ഈ വണ്ടിയൊക്കെ വിറ്റിട്ടെ വല്ല മോട്ടോർ വണ്ടി മേടിക്കും. നാള വണ്ടിയൊക്കെ ഈ കാലത്ത് ആരെങ്കിലും കൊണ്ട് നടക്കൂടാ. അതൊന്നും നടക്കുകയല്ലോ. അതെന്നാ? ഈ മണികണ്ഠ മരിക്കുന്നതുവരെ ഈ കാളവണ്ടി എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതെന്താന്നറിയാവോ അച്ഛന്? ഞാനൊന്ന് മയങ്ങിപ്പോയാലും
ഈ വണ്ടി എന്നെ കൃത്യമായിട്ട് വീട്ടിൽ കൊണ്ടെത്തി. വർഗസ്നേഹം. അച്ഛൻ പറഞ്ഞ വണ്ടിയാണെങ്കിൽ പെട്ടിയിലായിരിക്കും എന്നെ വീട്ടിലെത്തിക്കുന്നത്. അത് ശരി. അതാ ഒരു വ്യത്യാസം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം അച്ഛന് പിടികിട്ടിയോ? ആ എന്നാ പിടിച്ചിരുന്നോ ബാബാ. ബാബാ. നമസ്കാരം. ഇത് ഞങ്ങളുടെ ഗ്രാമമുഖ്യൻ കൃഷ്ണാജി. പൂവള്ളി ഗ്രാമത്തിലെ ഏതൊരു കാര്യത്തിന്റെയും അവസാന വാക്ക് കൃഷ്ണാജിയുടേതാണ്. മനസ്സിലായ ബായി? അച്ഛാ അച്ഛാ. എടി ഒരു സ്പെഷ്യൽ ചായ കൂടെ എടുത്തോ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട. എന്താ കാണാരാ നിന്റെ അനുജൻ പൊതിച്ചു മൂടിയിരിക്കുന്നത്? രാവിലെ എണീച്ചപ്പോഴേ അവന് കുളിയും പറ്റി. ഇടയ്ക്കിടെ വിറയിലും ഉണ്ട് കൃഷ്ണാജി. അങ്ങനെയെങ്കിൽ അത് മഞ്ഞു കൊണ്ടതിന്റെ ആയിരിക്കും. ഇവിടുന്ന് ആരുടെയെങ്കിലും ആടിനെയോ കോഴിയോ കാണുന്നില്ലെന്നും പറഞ്ഞ് വല്ല പരാതിയും ലഭിച്ചാൽ രണ്ടിന്റെയും കുളിരും പനിയും ഞാൻ അവസാനിപ്പിക്കും. മനസ്സിലായോ? അതിനാരെങ്കിലും തന്നാലല്ലേ. ഇവന്മാരുടെ ഒരു കാര്യം. കുറച്ച് ചൂടുവെള്ളം. ഞാൻ വെള്ളം തിളപ്പിച്ച് അങ്ങോട്ടുണ്ട് തരാം. ചൂടുവെള്ളം വേണമെങ്കിൽ അകത്തുനിന്ന് എടുത്ത് കുടിയടാ. വാടാ പോകാം. കോഴി നാടൻ കോഴി തന്നെയാ. അകത്ത് ചൂടുവെള്ളം ഇരിപ്പുണ്ട്. അകത്തേക്ക് കയറിപ്പോയ തങ്കവേലി തിരിച്ചു വരുമ്പോ അവന്റെ കുളിരും പനിയും മാറും. ഇല്ലേ ലാസുരേട്ടാ? അവന്റെ കുളിരും പനിയും മാറി. ആ കോഴിയുടെ വായിലിത്തിരി പിന്നാ കുത്തിക്കരട്ടാ. ഇന്ന് ചന്തേ പോണ്ടേ? ചന്തേ പോണം. ഇത് പറ്റില്ലായിരിക്കും. പിന്നെ പറ്റി. ചന്തേ പോക്കും പോയി. എടീ നീ ആ സഞ്ജീവിഞ്ഞെടുത്ത്. ആ പോയിട്ടേ വേഗം ഇങ്ങോട്ട് വാ. പിന്നെ പോയിട്ട് വരുമ്പോഴേ നല്ല കായക്കൊല്ലം നോക്കി വാങ്ങിച്ചോ. മൂത്തത് വാങ്ങണേ. മൂത്തത് ഇളയത് നോക്കി എന്നാലും ഞാൻ അവിടെ നിന്ന് പോവും. ഇല്ല കനാല് പണിയും കഴിഞ്ഞ് കുറെ വായു നോക്കിയുള്ളൂ. നീ ഇവിടെ വന്നാലേ പറ്റൂ. ഓ കഷ്ടം. ചേർത്തിയായി 2 കഷ്ണം പുട്ട് ഒരു പഴവും വെച്ചേക്കട്ടെ. 2 പപ്പടവും വെച്ചേക്ക. നിങ്ങൾ ഇറങ്ങിക്കോ. വന്നല്ലോ ഓസി അച്ഛൻ. ചേർത്തിയേ ഒരു 3 ചായ ഇങ്ങോട്ട്. മധുരം കുറയ്ക്കണം. മധുരം ഒന്നും കുറക്കണ്ട ത്രേസ്യ, നീ കാശിത്തിരി കുറച്ചാ മതി. 3 ചായ ഇങ്ങെടുക്ക്. വേഗം എടുക്കണം. മണിയേ നിന്റെ അന്തിക്കൂട്ട്. ആ കുടം കാലിയാണോ അല്ലപ്പാ? തുടങ്ങാൻ പോകുന്നുള്ളൂ. അതിനു മുമ്പ് ജോർദാൻസിൽ ഒരു ചായ അകത്തേക്ക് പോണം. ചെല്ലപ്പാ പുറത്തേക്ക് പോകാനും ത്രേസ്യയുടെ ചായ നല്ലതാ. എടാ വെള്ളം കുടിക്കേ, തൊണ്ടയില് പുട്ടുടക്കി ചത്തുപോവും. ശിവ നല്ല ഇഡ്ഡലി സാമ്പാറുണ്ട്, കുറച്ചെടുക്കട്ടെ ശ്രീകുട്ടിക്ക്. ശിവേട്ടാ ശ്രീകുട്ടിയുടെ ഇഡ്ഡലി കൊത്തി ഇതുവരെ തീർന്നില്ലേ? എടുത്തോ ഏട്ടത്തി, സാമ്പാർ ഒഴിച്ചാ മതിയേ. ശരി. ഇനി ഇഡലി തിന്നാനാണെന്നും പറഞ്ഞ് നിന്റെ മോളുടെ എന്റെ വീടിന്റെ പടി ചവിട്ടി പോരെന്ന് പറയണം. ഇവിടുന്ന് പൊതിഞ്ഞ് മേടിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്റെ ഭാര്യ എന്താണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ശിവനെ കൊണ്ട് ശ്രീകുട്ടിയെ ഇവന്റെ മകളായിട്ടല്ല ഞങ്ങളുടെ മകളായിട്ടാ കണ്ടിട്ടുള്ളൂ. മണി മണിയെ ഓടാടുന്നു. നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന ഇപ്പൊ ഇഡലി വിറ്റുമില്ല, ചായന്റെ കാശിട്ട് കിട്ടിയില്ല. ഞാനതങ്ങ് ഓർക്കാതെ പറഞ്ഞു പോയതാ മെമ്പറെ. അല്ല ത്രേസ്യ, ഇവിടത്തെ ഇഡലി അത്രക്ക് പ്രശ്നമാണ്. അച്ഛന്റെ ഒരു തമാശ. അച്ഛോ, കൈക്കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് ശ്രീകുട്ടിയുടെ ഓരോ ആഗ്രഹങ്ങളും പിടിവാശികളും എന്നേക്കാൾ ഉത്സാഹത്തോടെ സാധിച്ചു കൊടുക്കുന്ന അവനാ. ഇത് പതിവുള്ളതാണേ. രാത്രി കുടിച്ചിട്ട് വന്ന് എന്നെ 2 ചീത്ത വിളിക്കുമ്പോ അവന്റെ സങ്കടം അങ്ങ് മാറും. പക്ഷേ ഇവൻ എന്നോടും എന്റെ മകളോടും കാണിക്കുന്ന ഈ സ്നേഹത്തിന് എന്ത് പകരം വെച്ചാൽ അച്ഛൻ മതിയാവുന്നത്? ഇത് കേട്ടിട്ട് അണ്ണനെതിരാണ കരയുന്നേ? കരഞ്ഞതല്ലടാ പോത്തേ,
പുട്ട് അണ്ണാക്കി കുടുങ്ങിയിട്ട് കണ്ടു തള്ളി പോയതാണ്. വെള്ളം കുടിക്കണ്ട. ഒന്ന് പോടി. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എനിക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാ അച്ഛൻ പറയാറുള്ളത്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇപ്പൊ എനിക്ക് ഇഡ്ഡലിന്ന് കേൾക്കുന്നത് പോലും വെറുപ്പാ. പക്ഷെ ഇന്ദിരാമ്മ എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കൊണ്ടുതരുമ്പോ എന്താന്നറിയില്ല, അതിലൊരു അമ്മയുടെ സ്നേഹം ഉണ്ടാവും. അത് ഈ ജോർദാൻസിന്ന് വില കൊടുത്ത് വാങ്ങുന്ന ഇഡ്ഡലിക്ക് കിട്ടില്ലല്ലോ. രാവിലെ തന്നെ നിങ്ങൾ എങ്ങോട്ടാ അപ്പൂനെ ഓടിപ്പിക്കുന്നു? ഇവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. വെറുതെ ഇടങ്ങേറാക്കല്ലേ. എടോ ഹസനാരെ, നീ ഒന്ന് സമാധാനപ്പെട്. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് മാറിയേക്ക്. ഇത് ഇമ്മിണി പൈസന്റെ കാര്യമൊന്നല്ല. പൈസയുടെ കാര്യമാണെങ്കിൽ തന്നാ തീരില്ലേ? അതിന് വെട്ടും കുത്തും ഒരു പരിഹാരമാണോ ഹസനാരിക്ക? അവര് ചെറിയ കുട്ടികളല്ലേ, നീ അങ്ങ് ക്ഷമിച്ചുകളാ. നിങ്ങൾ ഏത് കുട്ടികളുടെ കാര്യമാണ് ഈ പറയണത്? നമ്മുടെ അപ്പൂന്റെയും കൂട്ടുകാരുടെയും. അല്ലാ, ഓർക്കെന്തു പറ്റി? പിന്നെ നിങ്ങൾ ആരെ വെട്ടാനാ ഇറങ്ങിയത്? അല്ലാ, വെട്ടാനല്ല, പുടിക്കാനാണ് നമ്മുടെ പോത്തും കുട്ടീനെ. ബിസ്മിൻ ചൊല്ലി അറക്കാൻ തുടങ്ങിയപ്പോഴല്ല കള്ള ഹിമാർ ഇറങ്ങി ഓടിയത്. അതിനെ പിടിക്കാൻ ഓടിയപ്പോഴാ നിങ്ങൾ ഇടങ്ങേറായത്. അപ്പൊ അപ്പവും കൂട്ടർ ഓടിയതെന്തിനാ? അത് ഞമ്മക്കറിയോ? അത് ഓരോട് പോയി ചോദിക്കി. എന്നാ പിന്നെ നീ എങ്ങോട്ടാന്ന് ചോദിക്കോ. ഇനി നമ്മൾ എങ്ങോട്ട് ഓടാനാണ്? എന്റെ പോത്തും കുട്ടി അത് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. എവിടെയാണ് ഹിമാറ്? നമ്മളെത്തതിന് മുമ്പ് അവര് പോകൂന്നാ വിചാരിച്ച്. ഇനി ശ്രീകുട്ടി പോയിട്ടുണ്ടാവോ? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. അവൾ ദിവസവും നിന്റെ വീട്ടിലോട്ടല്ലേ വരുന്നത്? നിനക്ക് അവളെ അവിടെ വെച്ച് കണ്ടാ പോരെ? മനുഷ്യനെ നിനക്കെടുത്താൻ. ഇങ്ങനെ പാലത്തിന്റെ കൈവരിയിൽ കണ്ണു മടച്ചിരുന്ന് അവളെ കാണുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, മറ്റെവിടെ ഇരുന്നാലും കിട്ടില്ല മോനെ. ഇവന് വട്ടാടാ. അവള് വരുമ്പോ ഇങ്ങനെ കണ്ണടച്ചിരുന്നാ പിന്നെ അവളെ എങ്ങനെ കാണാനാ? ഇഷ്ടപ്പെടുന്നവളെ കാണുന്നത് കണ്ണുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാ. ഓരോ നിമിഷവും അവൾ നമ്മൾ അടുത്ത് വരുമ്പോൾ കണ്ണുകൊള്ളി ഇറുക്കി അടച്ച് ഹൃദയം തുറന്നു പിടിക്കണം. അന്നേരം ഒരു കുഞ്ഞിക്കാറ്റ് നമ്മളെ തഴുകി കടന്നു പോകും. ഈ കാറ്റാടാ എനിക്ക് അവളോടൊരു ഇഷ്ടം. ഇങ്ങനെ കണ്ണടച്ചിരുന്നാലേ അവസാനം നിന്റെ പ്രണയവും ഇങ്ങനെ കാറ്റായങ്ങ് പോകത്തേ ഉള്ളൂ. നിനക്കൊക്കെ സംശയം ഉണ്ടെങ്കിൽ അവൾ വരുമ്പോ എന്നോടൊപ്പം ഒന്ന് കണ്ണടച്ച് നോക്ക്, അപ്പൊ അറിയാം. ഏടാ നിന്റെ ശ്രീകുട്ടി? കണ്ടിട്ടും കാണാത്ത ഭാവം, കേട്ടിട്ടും കേൾക്കാതെ സ്നേഹാർദ്രഗീതം. കണ്ടിട്ടും കാണാത്ത ഭാവം, കേട്ടിട്ടും കേൾക്കാതെ സ്നേഹാർദ്രഗീതം. തൊട്ടിട്ടും തോന്നാത്ത സ്പർശം, ആരോരും അറിയാത്തൊരാദ്യാനുരാഗം. കണ്ടിട്ടും കാണാത്ത ഭാവം, കേട്ടിട്ടും കേൾക്കാതെ സ്നേഹാർദ്രഗീതം. പോലെ തെന്നി തെന്നി എങ്ങോ നിന്നോ വന്നൻ ചാരെ. തെന്നൽ പോലെ തെന്നി തെന്നി എങ്ങോ നിന്നോ വന്നൻ ചാരെ. പൊട്ടിച്ചിതറും
ചിരിമുത്തം തൂകി സ്വപ്നത്തിൻ തീരത്ത് ഓളങ്ങളായി പൊട്ടിച്ചിതറും ചിരിമുത്തം തൂകി സ്വപ്നത്തിൻ തീരത്ത് ഓളങ്ങളായി കണ്ടിട്ടും കണ്ടിട്ടും കാണാത്ത ഭാവം കേട്ടിട്ടും കേൾക്കാതെ സ്നേഹാർദ്രഗീതം ചാറ്റൽ പോലെ ചിന്നി ചിന്നി പെയ്തുമല്ലേ നീയന്മാരിൽ ചാറ്റൽ പോലെ ചിന്നി ചിന്നി പെയ്തുമല്ലേ നീയന്മാരിൽ പൊന്നിൻ തളിരിൻ ചെറുമുത്തം നൽകി ഹൃദയത്തിൽ നീ ഇന്ന് രാഗങ്ങളാ പൊന്നിൻ തളിരിൻ ചെറുമുത്തം നൽകി ഹൃദയത്തിൽ നീ ഇന്ന് രാഗങ്ങളായി കണ്ടിട്ടും കണ്ടിട്ടും കാണാത്ത ഭാവം കേട്ടിട്ടും കേൾക്കാതെ സ്നേഹാർദ്രഗീതം കണ്ടിട്ടും കണ്ടിട്ടും കാണാത്ത ഭാവം കേട്ടിട്ടും കേൾക്കാതെ സ്നേഹാർദ്രഗീതം തൊട്ടിട്ടും തൊട്ടിട്ടും തോന്നാത്ത സ്പർശം ആരോരും അറിയാത്തൊരാദ്യാനുരാഗം കണ്ടിട്ടും കണ്ടിട്ടും കാണാത്ത ഭാവം കേട്ടിട്ടും കേൾക്കാതെ സ്നേഹാർദ്രഗീതം ഇവിടെ ആരുമില്ലേ? എടാ ശിവ, ശവമേ, സ്നേഹമില്ലാത്ത തെണ്ടി ഇറങ്ങി വാടാ. എന്താ മണിയപ്പ ഇത്? അയ്യോ മോളോ, മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ. രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നിരാമം ഉണ്ടാക്കി തരുന്ന ഇഡ്ഡലി കഴിക്കാനുള്ളതാ. അയ്യോ, ഞാൻ മണിയപ്പം പോയിട്ടേ കിടന്നുറങ്ങണുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യാം. എന്നാ ഈ പൊതിക്കകത്ത് നല്ല ചൂട് പരിപ്പടട്ടെ, മോള് പോയി കഴിച്ചു. നമ്മുടെ ത്രേസ്യാമ്മയുടെ കടയിൽ നിന്ന് മോക്ക് വേണ്ടി ഞാൻ മേടിച്ചതാ. അത് ശരി. അപ്പൊ ത്രേസ്യയുടെ നിനക്ക് മേടിക്കാം, എനിക്ക് മേടിക്കാൻ പാടില്ലേ? അതെന്തിനാ അവിടെ? നീ മിണ്ടരുത്, മിണ്ടേന്റെ തലയാൻ തള്ളി പൊളിക്കും. ആ തല നമുക്ക് നാളെ രാവിലെ അടിച്ചു പൊട്ടിക്കാം. ആരാടി നീ? ഏതാടി പിള്ളേരെ? ഞങ്ങളുടെ അടുത്തുള്ളതാ, ആന്റിപ്പിയുടെ മക്കളാ. കേട്ടല്ലോടാ ശിവ, ഒരവസരം കിട്ടിയപ്പോ സ്വന്തം തന്തനെ വരെ അവൻ മാറ്റി പറഞ്ഞു. അല്ലേലും എന്നോട് ആർക്കും ഒരു സ്നേഹവും ഇല്ലല്ലോ. അപ്പാ നേരം കുറേ വാ, അവർ കിടന്നുറങ്ങട്ടെ. ആശ നാളെ പോകാനുള്ള എന്താ ഈ കാണിക്കുന്ന ചേട്ടാ? എന്താ നീ നിന്റെ ചേട്ടന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു വെക്ക്. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ചേട്ടന് നമ്മൾ എന്നും കാണുന്നല്ലേപ്പാ, ഇന്നിപ്പോ പ്രത്യേകിച്ച് എന്താ? അതല്ലടി, അവന്റെ മുഖത്തിന് ഒരാണ്ടിപ്പട്ടിയുടെ ഷേപ്പില്ലേ? മോളിങ്ങൊന്നേ ബാ. ഇത് കണ്ടോ, ഇത് രണ്ടും എന്റെ പൊന്നു മക്കളാ. അപ്പൊ ഈ അപ്പോടെ അവൻ ആണ്ടിപ്പട്ടിയുടെ മോനെ. അനാവശ്യം പറയാനുണ്ടല്ലോ, നിങ്ങൾ അവന്റെ മുഖത്തേക്ക് നോക്കി, നിങ്ങളുടെ അതേ മരമോന്ന് തന്നെയാണ് അല്ലടാ. ചേട്ടൻ വന്നേ, നിന്റെ അപ്പൻ വീട്ടിലേക്ക് പോവാന്ന്. എടാ, നീ ദുഃഖിച്ചിരുന്നിട്ട് കാര്യം എന്തിനാണ്? ആ പോത്തിനെ നമ്മുടെ ചുള്ളിക്കാട്ടിൽ എവിടെയെങ്കിലും ചെന്ന് തിരക്കി നോക്ക്, അതിനെ കിട്ടും. ഈ പൂവിളിയിട്ട് എവിടെ പോകാനാ? ഇനി തപ്പാനായിട്ട് ഈ ദുനിയാവിൽ ഒരു ഇടമില്ല. അതിന് ഞമ്മക്ക് നമ്മുടെ പോത്തിനെ തിരിച്ചു കിട്ടില്ല അച്ചാമ്മേ. ഇപ്പൊ തന്നെ കിട്ടും. ഇവന് അങ്ങനെ തന്നെ വേണം ചേർത്തി. ഇവന്റെ അടുത്തേ പോത്തിന്റെ പോട്ടി കുറച്ച് ചോദിച്ചിട്ടേ ഇവൻ എന്നെ വാക്കത്തി കാണിച്ച് പേടിപ്പിച്ചവനാ.
പോട്ടി കണ്ടിക്കാൻ വാക്കത്തി എടുത്തപ്പോ നീ പേടിച്ചോടി നമ്മളെ എന്ത് ചെയ്യാനാ ഞാൻ പോത്തെ? ആടെ നിന്നെ കാണാതായ പോത്തിനെ പിടിച്ചാ നീ എനിക്ക് എന്ത് തരും? അതിന്റെ പോട്ടി തന്നെ പോരാ, അതിന്റെ കരളോടെ തന്നെ എനിക്ക്. സമ്മതിച്ചോ? ശരി, സമ്മതിച്ചു. അപ്പൊ എപ്പോ കിട്ടും എന്റെ പോത്തിനെ? അതിനെ പിടിക്കട്ടടാ, നീ അവിടെ ഇരിക്കി. വണ്ടി പിന്നെയും വരണ്ടല്ലാടാ. സമയം വണ്ടി ഒരെണ്ണം ചവിട്ടിയിട്ടുണ്ടല്ലോ. നാട് വിട്ടുപോയ നിന്റെ വാപ്പയും മറ്റോ ആണോടെ? ആരത്? ഏതാടാ ഈ മുതല്? ഇവൻ ശിവകാശി ശിവലിംഗം, തമിഴ്നാട്ടുകാരനാ. 2-3 ദിവസമായി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. വീട് എടുക്കാം. ആ ഉണ്ട്. ആ നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ആ മീൻകടയുടെ അവിടെ നിപ്പുണ്ട്. എടാ ചെമ്പോത്തെ, നിന്നെയല്ലടാ അവ നോക്കണത്. ശിവകാശി ശിവനെ കാണുന്നു തോന്നുന്നു. പോയിട്ട് വരാം. അണ്ണാജി, ഞാനാ നിങ്ങൾ അന്വേഷിച്ച ചെമ്പോത്ത്. ചാട്ടാമ്പി ചെമ്പോത്തും പറയും. എന്നാര് പറയും? ജയിലിൽ വെച്ച് പരിചയപ്പെട്ട നിന്റെ ഒരു കൂട്ടുകാരനാ എന്നോട് പറഞ്ഞത് നിന്നെ വന്ന് കാണാൻ. പോക്കറ്റ് എടുക്കാരൻ പത്രോസായിരിക്കും. അവൻ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. അപ്പടിയാ? എന്നാ വാ, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. ഇവനോട് ആദ്യമായിട്ടാണല്ലോ. ഇവനെ കണ്ടാൽ തന്നെ അറിയാം ആള് പശ കാണുന്നു. ആണോ? ആണായിട്ട് തോന്നിയില്ലയോ? പഠിച്ചോനെ, പൂവള്ളിയെ കാത്തോളിനെ. ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഈ നാട്ടിൽ കാലുകുത്തിക്കണവരാണോ പറയാൻ? എന്റെ ഗീവറിസ് പുണ്യാളാ കാത്തോളിനെ. എന്റെ പുണ്യാളം കാക്കോടി. ഒന്നും മിണ്ടാരി. അതെ, ജീവരിശിനേക്കാൾ കൂടുതൽ പവർ പഠിച്ചോനാ. ആണോ? പിന്നെ പഠിച്ചോ കാക്കട്ടെ. അപ്പൊ പറഞ്ഞ പോലെ പൂവള്ളിക്കാവിലെ ഉത്സവം അവസാനിക്കുന്ന ദിവസം അന്നായിരിക്കും ഏറ്റവും നല്ലത്. ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അമ്പലത്തിലായിരിക്കും. പുറത്ത് എന്ത് നടന്നാലും ആരും അറിയാൻ പോകുന്നില്ല. ഇന്ന് ആൾക്കാര് കുറവാണല്ലോ. അപ്പൊ എന്തിയാടാ, വല്ല പ്രശ്നം ഉണ്ടായ? ഒരു പ്രശ്നമില്ല. എന്നാ ഇരി, നിങ്ങളൊന്നും ചുമ്മാ വന്നതല്ലല്ലോ. എന്താ കാര്യം? സണ്ണിച്ച, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്തായാലും കാര്യം പറഞ്ഞോ. സണ്ണിച്ചനൊന്ന് സഹായിക്കണം. നിങ്ങളാദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാം. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയ ഒരേ ഒരാൾ നമ്മുടെ അപ്പുവാ. എന്നിട്ടും ജോലിക്കൊന്നും പോകാതെ അവൻ ഈ വില്ലേജിൽ ചുറ്റിക്കറങ്ങുക. നമ്മൾ വിചാരിച്ച അവനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. ഞാൻ അവനോട് ചോദിച്ചപ്പോൾ ഏതോ ഒരു പേപ്പർ കൂടി കിട്ടാണ്ടെന്നാണല്ലോ പറഞ്ഞത്. അവൻ ഇത്രയും കള്ളം പറഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങുന്നതിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരു കുട്ടിയെ അപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അവനങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ. കിട്ടിയ ജോലിയും കളഞ്ഞ് ഇതിലെ തേരാപ്പാര നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആട്ടെ, ഏത് കുട്ടിയോടാണ് അവന് ഇത്ര ഇഷ്ടം? അത് നമ്മുടെ മംഗലത്താശാന്റെ മോള് ശ്രീകുട്ടി. എന്റെ അമ്മോ, ഇവനെന്താ വട്ടാണോ? മക്കളെ, ഇത് ഞാൻ കൂട്ടിയാ കൂടാത്ത കാര്യമാണ്. ഇക്കാര്യത്തിൽ മംഗലത്താശാനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അപ്പൂൻ്റെ അപ്പൻ മണിയൻ ചേട്ടൻ എന്ന് അറിഞ്ഞാണ്ടല്ലോ, അപ്പൂനെയും ബാക്കി വെച്ചേക്കില്ല, നിങ്ങളെയും ബാക്കി വെച്ചേക്കില്ല. അയാൾക്ക് സ്വന്തം മക്കളെയൊക്കെ കാര്യമാണ് ശ്രീകുട്ടിയെ. എനിക്ക് സണ്ണിച്ച, തൽക്കാലം ഞങ്ങൾ തോന്നുന്നു പറഞ്ഞ കാര്യം അപ്പു അറിയണ്ട. അപ്പോൾ അപ്പു അറിയാതുള്ള പരിപാടിയാണല്ലേ? ആ, നിങ്ങൾ ചെല്ല്. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കാം. കുഴപ്പമാവോ പ്രസാദേട്ടാ? ഒരു കുഴപ്പം വരത്തില്ല, നീ ധൈര്യമായിട്ട് ചോദിക്കും. കാവിലമ്മേ കാത്തോണേ. ചെന്ന് ചോദിക്കും. ദേവി, ഞാൻ അങ്ങോട്ട് മാറിയിരിക്കും, നീ ഇപ്പൊ ചോദിക്കാം. ശ്രീകുട്ടി ഇപ്പൊ വരാട്ടോ. ശ്രീകുട്ടി ഒന്ന് നിന്നേ. മോളങ്ങ് നടന്നോ? എന്താ ചേച്ചി? നിന്റെ സുന്ദരിയാടിന് സുഖാണോ? ഇത് ചോദിക്കാനാണോ നിൽക്കാൻ പറഞ്ഞത്? അല്ല പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ മോളത് മറ്റാരോടും പറയരുത്.
ഇല്ല സന്ധ്യേച്ചി, ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മുടെ അപ്പുവിനെ പറ്റി മോളുടെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. ഞാൻ ജനിച്ചപ്പം മുതൽ കാണാൻ തുടങ്ങിയതല്ല അപ്പുവേട്ടനെ. പിന്നെ നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കല്ല അറിയാവുന്നത്. പിന്നെന്താ? ഞാനതല്ല ഉദ്ദേശിച്ചത്. ഈ സന്ധ്യേച്ചിക്ക് ഇത് എന്താ പറ്റിയേ? ഞാൻ പോട്ടെ, വൈകി ചെന്നാ അച്ഛൻ വഴക്ക് പറയും. ഒന്ന് പറഞ്ഞിട്ട് പോടി. നാളെ അമ്പലത്തിൽ വരുമ്പോ പറയാം. നമുക്ക് പോവാം. പോട്ടെ. ആ ചേച്ചി ശ്രീ ചേച്ചിയോട് എന്താ പറഞ്ഞേ? അത് കേൾക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല. എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? നമ്മുടെ സുന്ദരിയാടിന് ഒരു മുട്ടനെ കണ്ടുപിടിക്കുന്ന കാര്യല്ലേ? നിന്റെ അടുത്ത് ആര് പറഞ്ഞിട്ട് സണ്ണിച്ചിന്റെ അടുത്ത് പോയി പറഞ്ഞേ? കേട്ടിട്ട് എന്നെ പേടിയായിട്ടും മേല. നിന്നോടൊന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇവനോട് അപ്പോഴേ പറഞ്ഞതാ. നീ നോക്കണ്ട, അവളെ കാണാൻ വേണ്ടി നിന്റെ കൂടെയുള്ള ഞങ്ങളുടെ ഈ ഓട്ടം മടുത്തിട്ടാ. ഓടി നിനക്ക് മടുത്തില്ലെങ്കിലും ഞങ്ങൾക്ക് മടുത്തു. അതിനു വേണ്ടിയിട്ടായിരുന്നെങ്കിൽ നല്ലൊരു കാര്യം സണ്ണിച്ച വന്നല്ലോ. എന്റെ അടുത്ത് പറയാണ്ട സണ്ണിച്ചിന്റെ അടുത്ത് ഇവന്മാർ ഈ കാര്യം എന്ന് പറഞ്ഞു. അതിനെന്താടാ, അവർ ചെയ്തൊരു നല്ല കാര്യമല്ലേ. രണ്ടിലൊന്നും അറിഞ്ഞാ നിന്റെ ജോലി കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം. അപ്പൻ അറിഞ്ഞ എല്ലാ കാര്യത്തിനും തീരുമാനമാവും. നീ പേടിക്കണ്ട അപ്പു, ഞങ്ങളൊക്കെ അല്ലേ നിന്റെ കൂടെ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു കളരി കുരിക്കലല്ലടാ. കല്ല് എനിക്ക് കിട്ടുമ്പോ ഇച്ഛായം കളരിയാന്ന് പറയാം. എനിക്ക് എന്താ ഗുണം? പ്രസാദ് ഒന്നല്ലോ. എന്റെ അമ്മോ, സന്ധ്യക്കാലം പേടി എനിക്കായിരുന്നു. നമ്മളെ പറഞ്ഞ പോലെ അമ്പലത്തിൽ തൊഴാൻ വരുമ്പോൾ ചോദിക്കാന്നല്ലേ പറഞ്ഞത്. ശ്രീകുട്ടിയുടെ കൂടെ അപ്പൂന് അനിയത്തി ഉണ്ടായിരുന്നു. ദൈവമേ, എല്ലാം കൊളായി. ഇനി വീട്ടിലേക്കും പോകണ്ട. അമ്മു കേൾക്കാതിരിക്കാൻ സന്ധ്യ തന്ത്രപൂർവ്വം മാറ്റി നിർത്തിയാ ചോദിച്ചത്. എന്നിട്ട് ശ്രീകുട്ടി എന്ന് പറഞ്ഞു. ഇതിൽ ആരടാ ശ്രീകുട്ടിയെ പ്രേമിക്കുന്നത്? അപ്പോ കിഷോറോ? അയ്യോ സണ്ണിച്ച, സോറി, ഞാനൊരു ആവേശത്തിന് ചോദിച്ചു പോയതാ. ഒന്ന് പോടാ. നാളെ പറയാന്ന് പറഞ്ഞ അവള് നാണത്തോടെ ഓടിപ്പോയി. എന്താടാ കിഷോറെ, നിന്റെ മുഖത്തൊരു നിരാശ? ഒന്ന് പോ സണ്ണിച്ച. അപ്പോ ചെലവ് ചെയ്യണം. വണ്ടി ഒരുപാട് ഓടിയതാണേ. ചെലവ് ജോലിയിട്ട് ചെയ്താൽ പോരെ ഏട്ടാ. നീ ചെലവ് ചെയ്തിലും വേണ്ടില്ല, നല്ല ചെറുക്കനായിട്ടേ കിട്ടിയ പടി കളയാൻ നോക്കിയാ മതി. അത് ശരിയാ. എടാ ശിവ, ഇത് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. കേട്ടിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേടി? അതിന് തീരുമാനം എടുക്കേണ്ടത് നമ്മളല്ലല്ലോ, ശ്രീകുട്ടിയുടെ അച്ഛനല്ലേ. എടാ പോത്തെ, ഞങ്ങൾ നിന്നോടാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എടാ മനുഷ്യന് ഓർത്തിട്ട് പേടിയാകുക. പേടിയോ? എന്തിന്? സ്വന്തം മോക്കൊരു കല്യാണമല്ലോ വരുന്നില്ല, എന്തിനാ ശിവേട്ടാ പേടിക്കുന്നത്? അങ്ങനെ പറഞ്ഞോളൂ. എടാ ശ്രീകുട്ടിയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടെന്താ, ഇയാൾ ഇങ്ങനെ ഒരു കാര്യം നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ കരുതി വെച്ചാ പോരെ. എത്ര നാള്? എടാ ശിവ, മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അച്ഛനും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ നീ ഇപ്പൊ പറഞ്ഞത്. പക്ഷെ അതിന്റെ പേരിൽ വരുന്ന കല്യാണാലോചന മുടക്കാൻ ഒരച്ഛനും ശ്രമിക്കുകയില്ല. ഇനി അങ്ങനെ ഒരു അച്ഛൻ പറയുന്ന നിമിഷം അതേ മക്കൾ തന്നെ ആ അച്ഛനെ വെറുക്കാനും തുടങ്ങും. ശ്രീകുട്ടിയും അതെന്താ, ശ്രീകുട്ടി പെണ്ണല്ലേ? അവളുടെ ജീവിതം നിനക്ക് ചുറ്റും ഇങ്ങനെ ജീവിച്ചു തീർക്കാനുള്ളതല്ല. നമ്മുടെ ഈ ഗ്രാമത്തിന് പുറത്ത് അവൾക്കൊരു മനോഹരമായ ജീവിതം ഇതിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. എനിക്ക് വല്ല തൊണ്ട വരണം, എനിക്ക് കുടിക്കണം. ഒരു മൂപ്പൻ എടുക്കണം. ഒന്ന് മിണ്ടാണ്ടിരിക്കും ചേട്ടാ, കട്ടനുണ്ടാക്കി വെച്ചിട്ട്. ആശാനെ, നല്ല കുടുംബം, നല്ല ചുറ്റുപാടും, നല്ല ജോലിയും, പിന്നെ നല്ല സ്വഭാവമുള്ള പയ്യനുമാ. ഇതിലും നല്ലൊരു ആലോചന ശ്രീകുട്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളിപ്പോ പഠിച്ചോണ്ടിരിക്കല്ലേ. പഠിക്കട്ടെ. പഠിക്കണ്ടെന്ന് ആര് പറഞ്ഞു? എടാ, പഠിത്തം കഴിഞ്ഞ് മതി കല്യാണം. അതെ, ചെറുക്കൻ ശ്രീകുട്ടിയെ എവിടെയോ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതാ. കുടുംബത്തിലെ ഒറ്റ ചെറുക്കനായതുകൊണ്ട് വീട്ടുകാർ അവന്റെ ഇഷ്ടത്തിന് എതിരല്ല. എന്നാലും ശ്രീകുട്ടിയോടൊന്ന് ആലോചിക്കാണ്ടെങ്ങനെ? പിന്നെ വേണ്ടേ ശിവ, ഇത് പഴയ കാലമൊന്നുമല്ല. നമ്മുടെ ആഗ്രഹത്തെക്കാൾ അവരുടെ സമ്മതമാണ് ആദ്യം വേണ്ടത്, അല്ലേടി? അങ്ങനെയാണെങ്കിലേ ആ ഉത്തരവാദിത്തം ഇന്നലെ എന്നെ കേട്ടിട്ട്. അയ്യോ, ഞാനോ? അതെങ്ങനെ ശരിയാവുന്നത്? ഇത് നിങ്ങൾ അച്ഛനും മോളും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. അതാണ് അതിന്റെ ഒരു ശരി. അല്ലെങ്കിലും നിങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നവരല്ലേ, പിന്നെ എന്താ പ്രശ്നം? അത് മതിയടാ ശിവ, ഇന്നലെ പറഞ്ഞ അതിന്റെ ശരി. നീ വിഷയം ആദ്യം അവളോടൊന്ന് അവതരിപ്പിക്കേ. ബാക്കി മണികണ്ഠൻ ഇവിടെ പെണ്ണ് കാണൽ ചടങ്ങ് ഒരു കല്യാണം ആക്കിയാൽ മാറ്റും. ആശാനെ, ഇതുപോലൊരു സുഹൃത്ത് കൂടെ ഉള്ളപ്പോൾ ആശാൻ എന്തിനാ ആശാനെ ഭയപ്പെടുന്നത്? അങ്ങനെ പറഞ്ഞു കൊട.
നമ്മുടെ കല്യാണ പെണ്ണ് വരുന്നുണ്ടല്ലോ. അതൊക്കെ പിന്നെ പറയാം. എന്താ എല്ലാരും കൂടി ഒരു ഗൂഢാലോചന? ഞങ്ങളൊരു കല്യാണാലോചനയെ കുറിച്ച് പറയായിരുന്നു. ആരുടെ കല്യാണം? മറ്റാരുടെ? ശ്രീകുട്ടിയുടെ സ്വന്തം ഈ സുന്ദരിയാണ്. അത് പറഞ്ഞപ്പോ സുന്ദരി ഒരു സന്തോഷം നോക്കി. അതെ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. നമുക്ക് വീട്ടിലോട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയിന്തിരാമേ. അല്ല മോളെ, വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട്. മാത്രല്ല അപ്പുന് നല്ല ഇന്റർവ്യൂവിന് പോകാനുള്ളതാ. അവന് ഉടുപ്പ് ഇസ്തിരിടും വേണം. എന്നാ അമ്മ ഇവിടെ നിന്നോട്ടെ. രാത്രി അപ്പോട്ടെ വന്നിട്ട് വിളിച്ചോണ്ട് പൊക്കോളും. എന്നാ ശിവേട്ടാ ഞാൻ ഇറങ്ങും. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തീരുമാനം എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കും. ഇതൊന്നും വേണ്ടായിരുന്നു. അതെല്ലാ പ്രോഗ്രാമാരും പറയുന്നതാ. ആയിക്കോട്ടെ, എന്നാ ശരിയാടാ ശിവ. അല്ല അച്ഛാ, നിങ്ങൾ എല്ലാരും എന്താ സംസാരിച്ചോണ്ടിരുന്നേ? ഒരു നല്ല കാര്യമാ. എന്ത് കാര്യം? ഓക്കെ, ഒരു കല്യാണാലോചന. എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞേ? ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലല്ലോ, മോളല്ലേ. അച്ഛൻ എന്നെ ഇറക്കി വിടാൻ ധൃതിയായില്ലേ? ഇറക്കി വിടാൻ മോൾ എന്തൊക്കെയാ പറയുന്നത്? ഒരു കല്യാണം എന്ന് പറയുമ്പോ അങ്ങനെ അങ്ങ് ഇറക്കി വിടുകയാണോ? മറ്റൊരാൾ നമ്മുടെ വീട്ടിലേക്ക് വരികയല്ലേ. തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം മതി. പുതിയൊരാള് വരാൻ എനിക്കൊരാഗ്രഹമില്ല അച്ഛാ. അച്ഛന് വല്ല ആഗ്രഹമുണ്ടോ? എനിക്ക് തൽക്കാലം അവരൊന്ന് വന്ന് കണ്ടേച്ച് പോട്ടെ, ബാക്കിയൊക്കെ പിന്നല്ലേ. ഇന്ദിരാമയും മണിയപ്പൻ എന്താ പറഞ്ഞേ? അവർക്ക് കേട്ടപ്പോ വലിയ സന്തോഷമായി. പെണ്ണ് കാണല് കല്യാണത്തേക്കാ ഗംഭീരമാക്കണമെന്നാ അവൻ പറയുന്നത്. അത് പറഞ്ഞാ മതിയല്ലോ. നമ്മൾ അന്ന് കണ്ടതിനേക്കാളും ആശാന്റെ ആട് നന്നായിട്ട് കൊഴുത്തിട്ടാ. ഇപ്പൊ കൊടുത്താ നല്ല പൈസ കിട്ടും. ആശാന്റെ കയ്യിൽ കിട്ടിയിരുന്നാ മതിയായിരുന്നു. എന്ത് വന്നാലും ആശാന്റെ ആട് നമ്മൾ പൊക്കിയിരിക്കും. നീ ചുറ്റിനും കണ്ണോടിച്ചോ. അണ്ണൻ ധൈര്യം ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ധൈര്യം മാത്രമേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ലാടാ. നേരത്തെ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇതാരോടെ എന്താ പ്രശ്നം? ഓളെ നമ്മുടെ സുന്ദരി ആരാണ്ട് അഴിച്ചോണ്ട് പോകാൻ നോക്കിയേക്കണ്. അയ്യോ, എന്താ സാറേ, എന്താ പറ്റിയത്? അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഇല്ലാത്ത അതിനെ ആരാണ്ട് അഴിച്ചോണ്ട് പോകാൻ നോക്കിയേക്കണേ. എന്തുവാണ്? എന്നാൽ അതെ, കാണാരേട്ടനും തങ്കവേലും ആയിരിക്കും. അവന്മാർ ഇവിടെ തന്നെ ഉണ്ടാവും. കാണാരേട്ടാ, മര്യാദക്ക് ഇറങ്ങിപ്പോരെ. അതെ, അല്ല തല്ല വീട്ടിലൊന്നും തരുവേ. അത് ഉറപ്പാ. അത് ശരി, ഇവിടെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവനെ പനി ഉണ്ടായിരുന്നു. ഒരു ഇത്തിരി പനിക്കൂർക്കും തുളസിയെ പറിക്കാൻ വന്നതാണ്. പിന്നെ ആട്ടുംകൂട്ടിലല്ലേ പനിക്കൂർക്കും തുളസി. കുറച്ച് ആട്ടും കാട്ടും കൂടി വേണ്ട. എന്തിന്? കഷായത്തിലിടാനാണോ? മേമ്പൊടി ചേർക്കാനാണ്. ഇവന്മാരുടെ കുടിലും പനി ഞാൻ ഇപ്പൊ തന്നെ മാറ്റുക. മോളെ ശ്രീകുട്ടി, ആ ചോറിലും കരുതരേ. അവന്റെ മേലാലി വഴിക്കും കണ്ടുപോയക്കരുത് കേട്ടല്ലോ. ഇല്ല, ഞാൻ അപ്പഴേ എന്നോട് പറഞ്ഞത് ആശാന്റെ വീട്ടിലെ പനിക്കൂർക്കും തുളസിയിലും വേണ്ട. നിനക്ക് നാളെ എന്താ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഉണ്ട് ആശാനെ, കമ്പനി അങ്ങ് ബാംഗ്ലൂരാ, ഇന്റർവ്യൂ അങ്ങ് കൊച്ചിയിൽ വെച്ചു. അത് ശരി. ഞങ്ങൾ അത്താഴം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ട്. ഞാനങ്ങ് വീട്ടിൽ പോയി കഴിച്ചോളാം. ഈ ആശാന്റെ കാര്യം. ചൂരൽ കഷായം നിനക്ക് വേണോ? അയ്യോ വേണ്ടായേ, പണ്ട് കിട്ടിയാനൊന്നും മറന്നിട്ടില്ല. ഓർമ്മയുണ്ടല്ലേ? വാ മോളെ, ചോറട്. മതി അവക്കോട്.
നീ എന്തിനാ അപ്പോ ഒന്നും മിണ്ടാതിരിക്കണേ? ഓ എന്ത് മിണ്ടാനാ ആശാനെ? നിന്റെ ഈ ആശാൻ ഇവിടെ നിർത്തിക്കൂടേ? ഡേ ആ കറി അവൻ ഒഴിച്ചു കൊടുത്തേ. ദേ നിനക്ക് ഇഷ്ടപ്പെട്ട കറിയാണ്, മുഴുവൻ കഴിച്ചിട്ട് ഇവിടുന്ന് പോവാം കേട്ടല്ലോ. ഡേ ഇവര് പഴയത് ഉണ്ടായിട്ടൊന്നുമില്ലേ? എനിക്കറിയില്ല. പിന്നെ നിനക്ക് എന്താ അറിയാവുന്നേ? അപ്പുവേട്ടാ, ഇവിടെ ഒരു കാര്യം നടക്കാൻ പോവാ. എന്ത് കാര്യം? ശ്രീ ചേച്ചിയെ പെണ്ണ് കാണാൻ ഒരു അടിപൊളി ചെറുക്ക വരുന്നുണ്ട്. നെറുകെ കയറിയെന്നാ തോന്നേ. കഴിച്ചു മതിയാക്കിയ ആശാനെ? അപ്പോ ചെറുക്കൻ കൂട്ടി വരുമ്പോ നീ ഇവിടെ ഉണ്ടാകണം കേട്ടാ. ശ്രീകുട്ടി നിനക്ക് ഞാൻ കൊണ്ടാക്കാം. പോവാട്ടോ ചേച്ചി. മക്കളെ സൂക്ഷിച്ചു പോണേ. ആ ടോർച്ച് എടുത്തോ. ചായ കൊണ്ട് കൊറി കിട്ടാൻ കഴിക്കാൻ എന്തെങ്കിലും വേണോ? അതെ ലാസറേട്ടോ, ചേച്ചി നിങ്ങളൊരു വിവരം അറിഞ്ഞാ? എന്തുവാ? ശ്രീകുട്ടിയെ പെണ്ണ് കാണാൻ നാളെ ഒരു കൂട്ടർ വരുന്നുണ്ട്. ആണോ മെമ്പറെ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. പാവ ശിവൻ എത്ര കഷ്ടപ്പെട്ട ആ കൊച്ചിനെ വളർത്തിയത്. അത് ശരി, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ലാസറേറ്റിന് അറിഞ്ഞ വാർത്ത? പിന്നെ അറിഞ്ഞില്ലായിരുന്നോ? എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ പറയുകയാണ്, ശ്രീകുട്ടിയുടെ കല്യാണാലോചന പ്രമാണിച്ച് ഈ ജോർദാൻ ചായക്കടയ്ക്ക് നാളെ അവധിയായിരിക്കും. നാളെ പഞ്ചായത്തെ പറ്റിയുള്ളതുകൊണ്ട് നമുക്ക് വരാൻ പറ്റും. മെമ്പറെ, നാളെ സുനന്ദ മനോഹരന്റെ മന്നെന്ന്. എന്നാ പിന്നെ പഞ്ചായത്ത് കമ്മിറ്റി മറ്റന്നാളേക്കാക്കാം അല്ലേ മെമ്പറെ? അത് പിന്നെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ വരുന്നില്ല? ഞാനില്ലാതെ പിന്നെ അതെന്താ? അപ്പുറത്ത് നടക്കുന്ന തേങ്ങയൊക്കെ ഒന്ന് എണ്ണിയിട്. മാർക്കറ്റിൽ കൊണ്ടുപോകാനുള്ള. ചെല്ലു, വേഗം ചെല്ലു. രാമകൃഷ്ണാജില്ലേ? അങ്ങോട്ടിരിക്കും. വിശേഷങ്ങളൊക്കെ അറിഞ്ഞു, പരിഭ്രമിക്കണ്ട. ശ്രീകുട്ടിയെ പെണ്ണ് കാണാൻ വരുന്ന വിവരം ഈ പൂവള്ളി ഗ്രാമത്തിൽ ഏറ്റവും അവസാനമായി അറിയുന്നത് ഇവിടുത്തെ ഗ്രാമമുഖ്യനായ ഞാനാണ്. അയ്യോ, ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്കും മണികണ്ഠനും മാത്രം അറിയാവുന്നൊരു കാര്യം പുറത്തെങ്ങനെ അറിഞ്ഞു എന്നാ. ആ മണികണ്ഠൻ തന്നെ ഈ വാർത്ത ഈ നാട് മുഴുവൻ എത്തിച്ചത്. അവന്റെ സന്തോഷം കണ്ടാ തോന്നും അവന്റെ മകളെ പെണ്ണ് കാണാൻ വരുന്നത്. അതല്ലെങ്കിലും അങ്ങനെ ആണല്ലോ. അവളെ വളർത്തിയതും നോക്കിയതും മണികണ്ഠനും ഇന്നലെയും കൂടിയാണല്ലോ. ചെറുക്കൻ കൂട്ടർ എപ്പോ വരുമെന്നാ പറഞ്ഞത്? ഉച്ചക്കും പറ്റാന്നാ പറഞ്ഞു. കെട്ടിച്ചുവിടാൻ ധൃതിയായിട്ടല്ല കൃഷ്ണാജി. വന്ന നല്ലൊരു ആലോചന വേണ്ടെന്ന് വെക്കാൻ തോന്നിയില്ല. കൃഷ്ണാജി നേരത്തെ എങ്ങനെ എത്തിയേക്കണം? അത് പിന്നെ ശിവനോട് ഒന്ന് പറഞ്ഞില്ലെങ്കിലും ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. വിവാഹം ഒരു ബാധ്യത തീർക്കലാവരുത്. രണ്ട് ശരീരവും രണ്ട് മനസ്സും ഒത്തുചേരേണ്ടടുത്ത് ശരീരം മാത്രം ഒത്തുചേർന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ശിവന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശ്രീകുട്ടിയെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. എന്തറിഞ്ഞു വരമാ പറയണേ? ഇനി ഒളിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മംഗലം നടത്തുമ്പോ ഈ നടയിൽ വെച്ച് വേണല്ലോ നടത്താൻ. അതാണ് അത്ര വലിയ കാര്യം. ഞങ്ങൾക്കിത് വലിയ കാര്യം തന്നെയാണ് കുട്ടിയെ. ഞങ്ങളുടെ ശിവേട്ടന്റെ കുട്ടിയുടെ കല്യാണം ഞങ്ങൾ ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകൾക്ക് ഒരു ഉത്സവം തന്നെയായിരിക്കും. അത്രയ്ക്ക് വേണോ? അത് കുട്ടി നോക്കിക്കോ, നാളത്തെ ദിവസം വരുമ്പോ കാണാം. പിന്നെ കല്യാണത്തിന് അണിയന്റെ ഹാരമുണ്ടല്ലോ, അത് ഈ വാരമ്മാവന്റെ അതിനു മുമ്പ് മാല ഇയാൾ അഴിഞ്ഞു പോവാതെ കെട്ടാൻ പഠിക്കുക. എന്നെ മാല കെട്ടാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് നീ തെയ്യം കെട്ടി ആടാൻ പഠിക്ക്. അമ്മയുടെ നടയിലായിപ്പോയി, അല്ലേ തന്നെ നാവ് ഞാൻ അരിഞ്ഞേനെ. അതിനു മുമ്പ് ഞാൻ പൊക്കോളാം. മോള് പേടിച്ചു പോയോ? ഇത് ഞങ്ങൾക്ക് പതിവുള്ളതാണേ. ഇയാളുടെ മാല കെട്ടിനേക്കാൾ കേമമല്ലേ ശ്രീകുട്ടി എന്റെ തെയ്യം കെട്ട്? രണ്ട് കെട്ടും നല്ലതാ.
ഇനി നടക്കാൻ പോണ കെട്ടും നല്ലതായിരിക്കും. നിക്ക്, ഞാനും വരുന്നു. ഇന്ന് അമ്മ കൂടെ വന്നില്ലേ ശ്രീകുട്ടി? എന്താന്നറിയില്ല, വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ചേച്ചിയുടെ അടുത്ത് ഞാനന്ന് പറയാന്ന് പറഞ്ഞ കാര്യമില്ലേ? ഓ, ഇനിയിപ്പോൾ അതറിഞ്ഞിട്ട് എന്തിനാ? നാളെ ഇതിലും വലിയൊരു കാര്യം അവിടെ നടക്കാൻ പോവല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് വെറുപ്പായിരിക്കും അല്ലേ? എന്തിന്? ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിയാം. അങ്ങനെയൊന്നും ഇല്ല ശ്രീകുട്ടി. എന്നെ ഈ നാട്ടിലേക്ക് പ്രസാദേട്ടൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അന്ന് മുതൽ എനിക്ക് നന്നായി അറിയാവുന്ന രണ്ടുപേരാ അപ്പവും ശ്രീകുട്ടിയും. അപ്പൂന് ശ്രീകുട്ടിയോടുള്ള ഇഷ്ടം അവന്റെ കൂട്ടുകാരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈ ഗ്രാമത്തിലുള്ളവർ ആ സ്നേഹത്തിനൊപ്പം ഒന്ന് നിൽക്കാൻ നോക്കി. മോളിതിന് അങ്ങനെ കരുതിയാൽ മതി. ചേച്ചിക്ക് അറിയാലോ, അമ്മയെ കണ്ടിട്ടില്ലാത്ത എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ ഇത്രയും കാലം ജീവിച്ചത് പോലും എനിക്ക് വേണ്ടി മാത്രമായിരുന്നു. എൻ്റെ ഇഷ്ടങ്ങളായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഇഷ്ടങ്ങൾ. അങ്ങനെയുള്ള ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ അച്ഛൻ്റെ ഇഷ്ടങ്ങൾ എങ്ങനെ കണ്ടില്ല എന്ന് നടിക്കും. നാളെ നടക്കാൻ പോകുന്ന പെണ്ണ് കാണല് പോലും എൻ്റെ അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച. എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എൻ്റെ അച്ഛന് വേണ്ടി എനിക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റൂ ചേച്ചി? എൻ്റെ അച്ഛൻ്റെ ഇഷ്ടങ്ങൾക്ക് മുകളിൽ വരുമോ അപ്പേട്ടൻ്റെ ഇഷ്ടങ്ങൾ? എനിക്ക് മനസ്സിലാവും മോളെ, ഞാനൊരു പെണ്ണല്ലേ. നീ വാ. ചീക്കുട്ടി, അപ്പൊ എന്റെ കാര്യം നിന്റെ ചീഞ്ഞ മനസ്സും ചോറി പിടിച്ച ശരീരവുമായിട്ട് ഇനി അവളുടെ പുറകെ നടന്നോ പിന്നെ നിന്റെ ശരീരം തിന്നുന്നത് തെരുവ് പട്ടികളായിരിക്കും. അവളെ എന്റെ അപ്പൂന്റെ പെണ്ണ കേട്ടോ. ഇവിടെ ഉള്ളവർക്കൊക്കെ അവളെ ഭയങ്കര ഇഷ്ടമാണ് അണ്ണാച്ചി. പൂവള്ളിക്കാവിലെ അമ്മയുടെ നാളിലാ പോലും അവള് ജനിച്ചത്. അതിന്റെ കൂടെ അമ്മയില്ലാത്ത കൊച്ചെന്ന ചിമ്പതി. നീയും തന്തയും തളയില്ലാമെ വളർന്നല്ലടാ, എന്നിട്ട് നിന്നോടവർക്കും സിമ്പതിയില്ല. അവരുടെയൊക്കെ തന്റെ നള്ളി ആരെന്ന് അവർക്കറിയാം. എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഏതോ വൃത്തികെട്ട അസുരന്റെ നാളിൽ ജനിച്ചവനെന്നാ പഴിയും. എന്റെ വിഷമാണെന്നല്ല, അവളെ പെണ്ണ് കാണാൻ നാളെ ഒരുത്ത വരുന്നുണ്ടെന്ന് അറിയുമ്പോഴാ എന്റെ ചങ്ക് പിടക്കുന്നത്. ഉനക്കവളെ അവളോ പിടിച്ചിരിക്കാ ഈ കള്ളു പോലെ. ഞാൻ சொன்ன மாதிரி കേട്ടാൽ നിന്റെ ആഗ്രഹം ഞാൻ നടത്തി തരും. അമ്മ ഓർന്നോടെ മതി തിന്നത്. ഇനി ആ ചെറുക്കനുള്ളതേ ഉള്ളൂ. ചെറുക്കൻ പുറത്തുപോയി കഴിച്ചോളൂ. ഓ പിന്നെ ഇതുപോലൊരു സാധനം എന്ത് കിട്ടിയാലും ഒറ്റയ്ക്ക് തിന്നണമെന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. വേഗം കഴിച്ചിട്ട് എഴുന്നേൽക്ക്. ശ്രീകുട്ടിയുടെ വീട്ടിലേക്ക് പോകാനുള്ളതാ. ഞാനങ്ങോട്ടും ഇല്ല, അമ്മ അപ്പനും കൂടെ അങ്ങ് പോയാ മതി. അമ്മേ ഞാൻ ഇറങ്ങുമോ? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം. എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. വേണ്ടമ്മേ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. രക്ഷപ്പെട്ടു. അല്ല നീ ശ്രീകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നില്ലേ? ഞാൻ വന്നോളാം അമ്മേ. വരാതിരിക്കരുതേ മോനെ, ആങ്ങളമാരില്ലാത്ത കുട്ടിയാ. നീ വരണേ. ഞാൻ വന്നോളാം അമ്മേ. ആ അപ്പേട്ടാ, അപ്പേട്ടാ. മോളെ മോളെ കുളിക്കേ. അത് അപ്പൊന്നും മിണ്ടാതെ പോയത്? അത് ഇല്ല ചാ, അപ്പേട്ടൻ ഇപ്പൊ വരാന്ന് പറഞ്ഞാ പോയേ. എല്ലാവരും എത്തിയോ? എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓ, ഇന്നിവിടെ നടക്കുന്നതേ ഇവിടെ കല്യാണമല്ല, വെറും പെണ്ണ് കാണൽ മാത്രമാ. ഇതെല്ലാം മണി കൊണ്ടുണ്ടാക്കിയ പരിപാടിയാ. വാ മോളെ. അതോ നാട്ടില്ലായിരുന്നു. മണികണ്ഠ എത്ര വൈകിയേ? എനിക്ക് മുമ്പേ എല്ലാരും ഇങ്ങ് എത്തിയോ? അതെ, ഇങ്ങനെ പന പോലെ നിൽക്കാതെ കുറച്ച് കസേര പെറുക്കിയത് വരുന്നവർക്കൊക്കെ ഇരിക്കണ്ടേ? അത് ശരി. അപ്പൊ ഇനിയും വരാനുണ്ടോ ആൾക്കാർ? അതെ, അതൊന്നും നീ അറിയണ്ട, ഒക്കെ ഞാൻ നോക്കിക്കോ. ഇന്നലെ മോളെ വിളിച്ചിട്ട് പോ. മോള് പോയിട്ട് നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയതാ. ചെല്ലേ. ഇവന്മാരെ ഞാൻ എന്തായാലും മുഖത്തൊരു വാട്ടം വിളിച്ചു കാണും. ചിലപ്പോ വിളിച്ചു കാണും. അല്ലെ പിന്നെ വരും.
ഇവന്മാരെ ഞാൻ വിളിച്ചതാണ്. മണി, ഇത് ഞങ്ങളുടെ കല്യാണത്തിന് ചന്ദ്രിക കൊടുത്ത സാരിയും അണിഞ്ഞ ആഭരണങ്ങളുവാ. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കൊരു മോളുണ്ടാകുകയാണെങ്കിൽ അവളുടെ കല്യാണത്തിന് ഇതണിഞ്ഞ് കാണണമെന്ന്. ഇത് നീ ഇന്ദിര അടുത്ത് കൊടുത്തിട്ട് മോളൊന്നും ഉടുപ്പിക്കോടാ. അവനെ മോളോട് പറയണ്ട, ഇതവിടെ അമ്മയുടേതാണ്. ശിവൻചേട്ടാ, പുറത്തേക്ക് വാ, ഗ്രാമമുഖ്യനൊക്കെ വന്നിട്ടുണ്ട്. പഞ്ചായത്തിന്റെ പണി കാണാത്ത മെമ്പർ ഇവിടെയെങ്കിലും എത്തിയല്ലോ. മെമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടാവും. എന്തുദ്ദേശം? അത് നമ്മുടെ ഗ്രാമസുന്ദരി സുനന്ദ മനോഹരൻ. എന്താ ശിവ, പൂവള്ളി ഗ്രാമം മൊത്തം ഉണ്ടല്ലോ. ഇത് പെണ്ണ് കാണലോ അതേ കല്യാണോ? എന്റെ അച്ചു, ഇതെല്ലാം മണി കണ്ട് ഒപ്പിച്ച പണിയാ. ഇക്കന്റെ ആളുകൾ മുഴുവൻ കല്യാണത്തിന് ക്ഷണിച്ച് ഗംഭീരമാക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്റെ അമ്മോ, ഇവനത് പൊളിച്ച്. ആട്ടെ, നമ്മുടെ മണവാട്ടി പെണ്ണൊന്നും കണ്ടേ? സ്വർണം പൂശിയ പല്ലുകൾ കണ്ടു മയങ്ങൂല. കടച്ചോനാണ് നമ്മളി വണ്ടി കേറൂല. പൂരം താഴ്ന്ന ചേലത്ത് നമ്മളെ കുറിച്ചു നോക്കണ കാക്ക നിങ്ങളുടെ സ്വർണം പൂശിയ പല്ലുകൾ കണ്ടു മയങ്ങൂല. കടച്ചോനാണ് നമ്മളി വണ്ടി കേറൂല. പൊളിക്കണ്ണി താളിക്കുപ്പിലാക്കണ കാക്ക കളിവാക്ക് പലതും ചൊല്ലണ കാക്ക. ഒളിക്കണ്ണി താളിക്കുപ്പിലാക്കണ കാക്ക കളിവാക്ക് പലതും ചൊല്ലണ കാക്ക. തൽക്കാലം ഈ ചാക്കിൽ നമ്മൾ വീഴൂല. ഇക്കാക്കാന്റെ പരിപ്പി ചട്ടിയിൽ വേവൂല. പൂരം താഴ്ന്ന ചേലത്ത് നമ്മളെ കുറിച്ചു നോക്കണ കാക്ക നിങ്ങളുടെ സ്വർണം പൂശിയ പല്ലുകൾ കണ്ടു മയങ്ങൂല.
നാടുനീളെ പെണ്ണും കെട്ടി നടക്കണ കാക്ക വീട് തോറും സൊറ പറഞ്ഞിരിക്കണ കാക്ക നാടുനീളെ പെണ്ണും കെട്ടി നടക്കണ കാക്ക വീട് തോറും സൊറ പറഞ്ഞിരിക്കണ കാക്ക തെക്ക് വടക്ക് കയ്യിലും കുത്തി നടക്കണ്ട വെറുതെ മൂക്കുതെറിക്കണ വാക്കും കേട്ട് മടങ്ങണ്ട ശ്രീജി ഇവിടെ എവിടെ ഒളിച്ചിരിക്കുക. അപ്പോ നോക്കടാ. നമ്മുടെ ബ്രോക്കർ ദണ്ഡവാണി വന്നല്ല. ഇവനെന്താ ഒറ്റക്ക് വരുന്നേ? ദണ്ഡവാണി എവിടെ ചെറുക്കനും കൂട്ടരും? അവര് വരില്ലെന്നാ പറയുന്നത്. കാര്യം എന്താന്ന് പറഞ്ഞു? കാരണം എന്നോട് ചോദിക്കരുത്. ഈ ആലോചന കൊണ്ടുവന്ന നീയല്ലേ? അപ്പൊ അവര് വരാത്തതിന്റെ കാരണം നീ തന്നെ പറയണം. പറയടാ, എന്താന്ന് വെച്ചാ പറയടാ. സത്യം എന്താണെന്ന് തുറന്നു പറയുന്നുണ്ട്. പറയാൻ നമ്മുടെ ശ്രീകുട്ടി ഒരാളുമായിട്ട് ഇഷ്ടത്തിനാണെന്നും അതിൽ നിന്ന് പിന്മാറണമെന്നും പറഞ്ഞ് ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് ഭീഷണി മുഴക്കി. അതുകൊണ്ടാണ് അവര് പെണ്ണുകാണൽ ചടങ്ങ് വേണ്ടെന്ന് വെച്ചത്. സ്ത്രീകുട്ടിയുമായി പ്രണയത്തിലാണെന്ന് പറഞ്ഞൊരു പേരില്ലേടോ? അതെ. നീ ആരെയും പേടിക്കുന്നേ? ആരാവൻ? പറ. അത് നമ്മുടെ അപ്പുവാ. മംഗലത്താശാനെ, കാവിലമ്മയാണ് സത്യം. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. പിന്നെ ആർക്കാടാ ഇതിൽ പങ്ക്? പറ. എനിക്കൊന്നും അറിയില്ല ആശാനെ. ഞാൻ നിരപരാധിയാ. ആശാൻ എന്നെ വിശ്വസിക്കണം. കൂടെ നടന്ന് ചതിച്ചവനെ തല്ലി കൊല്ലാശാനെ. ശിവ, നമ്മുടെ അപ്പു ഇങ്ങനെ ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ശിവനും മണികണ്ഠനും അങ്ങനെ കരുതില്ല. ആനാ നാട്ടുകാരങ്ങനെ കരുതും. ഏനാ ഇവൻ ശിവൻ പൊണ്ണ് പിന്നാടി സുറ്റാൻ തുടങ്ങിട്ട് കാലം കുറയായി. അന്ത പൊണ്ണൊരു പാവായതുകൊണ്ട് നിങ്ങളോടൊന്ന് ചൊല്ലിയില്ലെന്ന് മാത്രം. നാട്ടുകാരെ വീട്ടുകാരെ ഏമാത്തിയ കഥ. സ്ത്രീക്കുട്ടി എനിക്ക് ഇഷ്ടമായിരുന്നു സത്യ. പക്ഷെ അവൾക്ക് വന്ന ആലോചന മുടക്കിയത് ഞാനല്ല. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് പോരാടാ. നമ്മളല്ല, ഞാൻ. നീ അങ്ങനെ മതി. എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ. പൊക്കോണം എല്ലാരും. ഇറങ്ങി പോടാ. ശിവ, എന്താണ്? എന്റെ വീട്ടുമുറ്റത്ത് ഇറങ്ങി പോകാൻ നിന്നോടും കൂടെ പറഞ്ഞത്. നിങ്ങൾ ഇത്രയും പേര് അവിടെ ഉണ്ടായിരുന്നിട്ടും ആ ബ്രോക്കർ പറയുന്ന കള്ളം കേട്ടിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇവന്റെ അപ്പന്റെ സ്വഭാവം നിനക്കറിയാഞ്ഞിട്ടാ. അത് മാത്രമല്ല, കല്യാണാലോചന മുടക്കിയത് ഇവനാണെന്ന് ആ ബ്രോക്കർ പറഞ്ഞപ്പോ ഞങ്ങള് കുറച്ചു നേരം അങ്ങ് മരവിച്ചു പോയി. ഈ അവസരം ശിവകാശി ശിവരംഗം ചെമ്പോത്തും നല്ലവണ്ണം അങ്ങ് മുതലാക്കി. അവന്മാർക്ക് ഇതിൽ ഇടപെടേണ്ട വല്ല കാര്യമുണ്ടോ? ആ സമയത്തെ ഇവന് വേണ്ടി മിണ്ടിയിരുന്നെങ്കിലേ മംഗലത്താശാന്റെ കയ്യിൽ നിന്ന് നല്ല പോലെ കിട്ടിയേനെ. ശരിക്കും ആലോചന മുടക്കി നീ തന്നെയാണടാ അപ്പു. എന്തിനെ സണ്ണിച്ചാ ഞാൻ അങ്ങനെ ചെയ്യണേ? വന്ന ആലോചനയിൽ ശ്രീകുട്ടിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തേനെ. ശ്രീകുട്ടിയെ എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ അച്ഛൻ്റെ സ്വപ്നങ്ങൾക്കപ്പുറം അവൾക്കൊന്നും തന്നെ ഇല്ല. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. എന്ത് നന്നായിരുന്നു? മംഗലത്താശാൻ ഇവനെ കോളറിന് കട പിടിച്ചപ്പോഴൊന്നും മണിയഞ്ചേൻ്റെ ചങ്ക് തകർന്നിട്ടുണ്ടാവില്ല. പക്ഷേ
മംഗലത്തേശാൻ മണിയഞ്ചനോട് വീട്ടുപുരത്ത് നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലേ, അപ്പോഴാ ഇവൻ്റെ അപ്പം തകർന്നു പോയത്. ഇവരുടെ കുടുംബത്തോട് പകയുള്ള ആരോ ഈ ഗ്രാമത്തിലുണ്ട്. അത് നിന്റെ വെറും തോന്നലടാ ജയ്സ. ഇവരുടെ കുടുംബത്തോട് ആർക്കെങ്കിലും ഒരു പകയുള്ളതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. മോൻ പറഞ്ഞത് ശരിയാ. ഇതിലെപ്പോഴേ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ശിവനെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല, അപ്പുവിനെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവർ തമ്മിൽ പിരിഞ്ഞതാ കഷ്ടം. എന്തൊക്കെ ആയാലും മണികണ്ഠനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ശിവൻ പറഞ്ഞത് അല്പ കടന്ന കൈയായിപ്പോയി. മണികണ്ഠനോട് ശിവന് തീർത്താ കടപ്പാടുണ്ട്. അല്ല, അതവൻ മറന്നുപോയി. നാസറച്ചായോ, ഞങ്ങ ഈ സിറ്റിക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്. ഞങ്ങ എന്ത് തന്നെ ആഗ്രഹിച്ചാലും ഏത് വിധേനയോ അതങ്ങ് സാധിച്ചെടുക്കും. അതുകൊണ്ട് I had play a pretty drama for my friend and his love. Everything was in the way of my plan. നിന്നെ സമ്മതിച്ചടാ മോനെ. അപ്പച്ചൻ ഇത് എന്തറിഞ്ഞിട്ടാ പറയണത്? കണ്ടു പഠിക്കടാ. കണ്ടോ മണി പോലെ അവൻ ഇംഗ്ലീഷ് പറഞ്ഞത് കണ്ടു പഠിക്കടാ. അച്ചായ, ശ്രീകുട്ടിക്ക് ഒന്ന് കല്യാണത്തിന് മുടക്കിയത് അവന്റെ പണിയാണെന്ന് പറയുന്നത്. എന്താ തലകറങ്ങണം? കിഷോറെ, നീ എന്ത് പണിയാ കാണിച്ചേ? നിങ്ങൾക്കിതൊരു പക്ഷെ തെറ്റായി തോന്നിയേക്കാം. പക്ഷെ എന്റെ മുമ്പിൽ സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെട്ട് വേദനിക്കുന്ന എന്റെ സുഹൃത്ത് മാത്രമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തതിൽ ഒരു കുറ്റബോധവും എനിക്കില്ല. ഇതിപ്പോ തൽക്കാലം നമ്മൾ ഇത്രയും പേരെ അറിഞ്ഞാ മതി. അപ്പാ, എനിക്ക് അപ്പനെയാ പേടി. ആണോ? എന്നാലേ എനിക്ക് പേടി എവന്റെ അപ്പനെയാ. വെട്ടുപോത്ത് അയാള്, വെട്ടുപോത്ത്. അറിയാവോ? എന്റെ പൊന്നു മാത്ത, പോത്തിനെ കാണാത്തന്റെ പേര് നീ ഇങ്ങനെ കള്ളു കുടിച്ച് ചാകല്ലേ. ആവശ്യത്തോട് കുടിച്ചാ പോരെ? ശരിയാ, ഞാൻ ഇനിയും കുടിക്കും. കാണാതെ പോയത് നിന്റെ പോത്തല്ലല്ലോ, എന്റെ പോത്തല്ലേ. പോത്തിറച്ചി ഉണ്ടെങ്കിൽ എടുക്കണ പോർക്ക്. ചെല്ലപ്പോ കൊടുക്കണ്ട, ഇപ്പൊ തന്നെ പറ്റൊരുപാട് കൂടുതലാ. പാവം മാത്തിന്റെ പോത്തിനെ കാണാതായി. ഇത് യാദൃശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ അസുരാരുടെ പോത്തിനെ കാണായി, ഇപ്പൊ മാത്തന്റെ പോത്തിനെ കാണാതായി. അതെ, നമ്മുടെ ഗ്രാമത്തിൽ ഇത് നടാടെയാണ്. എന്തായാലും നമ്മുടെ അടുത്ത ഗ്രാമസംഘത്തിലെ പ്രധാന അജണ്ട ഈ പോത്ത് വിഷയമാണ്. പൂവള്ളി ഗ്രാമത്തിന് പുറത്ത് നല്ല പേരാ, പക്ഷെ അകത്ത് നടക്കുന്നത് അറിഞ്ഞാ മൂക്കത്ത് കൈവെക്കും. അന്യദേശത്ത് നിന്ന് തൊഴിലാടി വന്നതാണെങ്കിലേ അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് വിട്ടോണം. അതല്ലാതെ ഇവിടത്തെ കാര്യത്തിൽ കയറി ഇടപെടാൻ നോക്കിയാലുണ്ടല്ലോ. രണ്ടും കൊടുത്തും ഈർത്തം വന്ന തടിയാടാ ഇതാ. ഈ ശിവകാശി ശിവലിംഗത്തെ ചട്ടം പഠിപ്പിക്കാൻ നോക്കല്ലേ. அண்ணாச்சி பிரச்சனை பண்ணாதே. அவசியமில்லா விஷயத்துல தலையிட்டானா வந்த வேலை நடக்காம போயிடும். ഭാസ്കര 2 രൂപ. ചെലപ്പോ 2 പന. ഭാസ്കര 3 കുപ്പി കൊട്രാ. അത് എന്റെ വക, മൂത്തതായിക്കോട്ടെ. നീ കൂടുതൽ മൂപ്പിക്കണ്ട, പിന്നെ മൂത്രമൊഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും. ശിവകാശി ശിവലിംഗം പോകാത്ത നാടില്ല, കാണാത്ത ആളുകളുമില്ല. അതുകൊണ്ട് എന്നെ മൂത്രമൊഴിപ്പിക്കാൻ നീ നോക്കണ്ട. വിളിക്കാത്തടത്ത് മൊലിഞ്ഞേറി വന്ന് എരുതിയിൽ എണ്ണ ഒഴിച്ചപ്പോ നിന്നെ ഞാൻ വെറുതെ വിടുന്നത് പേടിച്ചിട്ടല്ല. ഇനി നിന്റെ വെട്ട ഈ പൂവള്ളി കണ്ട മണികണ്ഠന്റെ കാളയുടെ കൊമ്പോട് നിന്റെ അടിവയറിന്റെ ആഴം ഞാൻ വിളിച്ചോണ്ട് പോടാ. പണിയണ്ട, ഇവന്റെ കാര്യം ഞങ്ങൾ പോയിക്കോളാം. എന്തായാലും അടുത്ത ഗ്രാമസംഘത്തില് ഇതിനും ഒരു തീരുമാനം ഉണ്ടാവും. ഇവന്മാരെ പോലുള്ള വൃത്തിയട്ടന്മാരെ ഈ നാട്ടിൽ തന്നെ ഓടിക്കണം. അതിന് ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ തങ്കം. അത് ഞാൻ മത്തായിച്ചനെ കുറിച്ചല്ല പറഞ്ഞത്, ചെമ്പാത്തിനെ കുറിച്ചല്ലേ പറഞ്ഞത്. നല്ല പിടക്കണ ചാളയുണ്ട് കേട്ടോ. ചാള എത്ര നാൾക്ക് മുമ്പ് പിടച്ചതാണ് എന്റെ ചേട്ടത്തി. എന്റെ വാവോടൊന്ന് പറയിപ്പിക്കരുത്. ഓ പിന്നെ അവനൊരു തമാശ പറഞ്ഞല്ലേ. ഓ, അവനൊരു തമാശ പറയാൻ കേട്ടോ നേരം. നീ മീനെടുക്കാൻ പോയില്ലയോ? ഓ, പോയിച്ചും വന്നതാ. ആ മറിയച്ചേട്ടത്തി കവല മൊത്തം ചെറുപ്പക്കാരാണല്ലോ. ആ, ഇന്നാണല്ലേ സുനന്ദ ബാങ്കിലേക്ക് വരുന്ന ദിവസം. ഇവനന്ന് ഞാൻ ഓട്ടോയിലേക്ക് കയറി കുത്തി കുലുക്കടോ, വണ്ടിയിലേക്ക് കയറി ടൗണിലാക്കി തരാം. എന്തുണ്ട് അവിടെ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല, വേഗം വിടാൻ നോക്ക്. പട്ടിയിട്ട് തിന്നയില്ല, പോത്തിനെ കൊണ്ട് തീറ്റിക്കുകയില്ല.
എന്ത് ഒരു പോത്തിനോടൊന്ന് പറഞ്ഞാ അറക്കാനാണോ? അല്ല കറക്കാൻ വിടാൻ നോക്ക്. കാജാവീടെ പരസ്യമായിട്ട് ഇനിയിപ്പോ ആരും വരാനില്ല. നിങ്ങൾ ആ പോത്തിന് എന്ത് വിലയ്ക്ക് കൊടുക്കും? 70,000 ഉറുപ്പ്യ കൊടുക്കാം. എന്ത് പറയണ്? പാനയത്തിലെടുത്ത തട്ടാക്ക് കൊടുക്കാം. അപ്പൊ മാടെങ്ങ് പോരും. തട്ടാനെ കൊല്ലാനെ വളർത്താൻ എന്തെങ്കിലും ആവട്ടെ, കാശ് കിട്ടിയാ പോരെ. എന്ത് കരാതിക്ക് കൊടുക്കില്ല. കച്ചവടം നശിപ്പിച്ച് വലിയ പ്രതീക്ഷ. തട്ടി മാടകൈ കുട്ടപ്പായി കൂടെ കണ്ടാ ഈ പൈസ പറ്റില്ലായിരിക്കോ? മനസ്സിലാവുള്ളല്ലോ. ഈ കട്ടപ്പേടാണ് നിങ്ങളൊക്കെ കളി. അയ്യപ്പനെയാണ് ശരണം വിളിക്കാൻ പഠിപ്പിക്കുന്നത്. നമുക്കൊന്നും മനസ്സിലാവുള്ളല്ലോ. ഈ പണ്ടാരാടിന് ഉറക്കമില്ലേ? അണ്ണാ ഉറക്കം എനിക്ക് വരണം. നമുക്ക് നാളെ വന്നല്ലോ അണ്ണാ. ഈ ആടിനെ പൊക്കിയിട്ടേ ഞാൻ കിടന്ന് ഉറങ്ങുള്ളൂ. അത് ഞാൻ തീരുമാനിച്ച കാര്യം. എന്റെ പോകാനെ പറ്റി. എടാ ശിവ, എന്നെ ഈ വീട്ടുമുറ്റത്ത് നിന്ന് ഇറക്കി വിട്ടിട്ട് നീ വാതിലടച്ച് അകത്തിരിക്കല്ലടാ ശവമേ. നീ എന്നെ എത്ര ഇറക്കി വിട്ടാലും ഞാൻ ഇവിടുന്ന് പോകത്തില്ലടാ. മോളെ മോളെ ശ്രീകുട്ടി, മണിയപ്പനാ മോളെ, വാലുറക്ക്. ശവമേ വാലുറക്കടാ പട്ടി. ചേട്ടാ വീട്ടിലേക്ക് പോകട്ടെ. അവിടെ ആരും ഇല്ല ചേട്ടാ. ചേട്ടാ പോരാ. ശിവൻ ഇപ്പൊ ഇറങ്ങി വരും. അവൻ എന്നോട് പിണങ്ങിയിരിക്കാൻ കഴിയത്തില്ല. എടാ, ആടിനുള്ള സ്നേഹം പോലും ഇല്ലല്ലോടാ പന്നി. ഇനി മണികണ്ഠൻ നിന്റെ വീട്ടുമുടുത്ത് വന്ന് വിളിക്കത്തില്ലടാ പാട്ടി. ഞാൻ പോവാടാ, ഞാൻ പോവാ. നീ വാല് ഉറക്കണ്ടടാ, നീ തുറക്കണ്ട. ഞാൻ പോവാ. നീ തുറക്കണ്ടടാ, തുറക്കണ്ട. എന്തു വെച്ചാണ് ആടിനെ പിടിച്ചിട്ട് ഉറങ്ങോളൂ പറഞ്ഞിട്ട് അണ്ണ നേരത്തെ ഉറങ്ങിയോ? ഉറങ്ങി തരണ മണ്ട. കള്ളും കുപ്പി തലയിൽ വീണപ്പോ ബോധം പോയതാടാ. ഇപ്പയാണ് എന്റെ ബോധം പോയ എങ്ങനെയാ? നമുക്ക് ആടിനെ പിടിക്കണ്ടേ? ആദ്യം നീ എന്നെ പിടിക്കടാ. തല പൊട്ടിയാന്ന് നോക്കടാ. നോക്കട്ടെ. ദൈവമേ, ഇന്ന് ആടിനെ കിട്ടിയില്ല, പിന്നെ ഇനി എന്ന് കിട്ടാനാ? കയ്യിലിരുന്ന് ആടും പോയി, അണ്ണന്റെ ബോധവും പോയി. ഞങ്ങൾ കരുതിയത് കല്യാണാലോചന മുടങ്ങിയതിൽ നിനക്ക് ഭയങ്കര വിഷമമുണ്ടെന്നാ. എന്തിന്? ആ ആലോചന വന്നപ്പോഴേ അച്ഛനോട് ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. അപ്പൊ അപ്പേട്ടനെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടല്ലേ? അപ്പേട്ടനെ മാത്രല്ല, അമ്മൂനെയും ഇന്ദിരാമ്മയും മണിയപ്പനെയും ഒക്കെ എനിക്കിഷ്ടം. ഇന്ദിരാമ്മ ഉള്ളോണ്ട് ഒരമ്മയുടെ സ്നേഹത്തിന്റെ കുറവ് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾക്ക് ശ്രീകുട്ടി, വീട്ടിൽ വന്ന് കാണാൻ പേടിച്ചിട്ടാ ഇന്ദിരാമ്മ മോളെ കാണാൻ ഇങ്ങോട്ട് വന്നത്. മോള് ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. അപ്പു ചെയ്ത തെറ്റിന് മോള് ഞങ്ങളെ വെറുക്കരുത്. വെറുക്കാനോ? ഇന്ദിരാമ്മ എന്തായി പറയണേ? അപ്പേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത് ഞാനാ. പക്ഷെ എനിക്ക് എന്റെ അച്ഛൻ കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ. ഇന്ദിരാമ്മ എന്നെ വെറുക്കരുത്. അമ്മ എന്താ മോൾക്ക് കൊണ്ടുവന്നറിയോ? വേഗം എടുക്ക്. കഴിക്ക്. ഇതുകൂടെ കഴിക്ക്. ഈ അപ്പുവിന്റെ മനസ്സിലേക്ക് ഇങ്ങനൊരു ചിന്ത എങ്ങനെയാ വന്നെന്ന് അമ്മയ്ക്ക് അറിയില്ല മോളെ. ഈ അപ്പുവിനെ പോലെ തന്നെ അവന് ശ്രീകുട്ടിയെ കാണുന്നതാ ഞങ്ങളെ വിചാരിച്ചത്. ആദ്യം കൊടിയേറ്റം നടക്കട്ടെ. ആഘോഷങ്ങളിൽ ഇക്കുറിയും ഒരു കുറവും വരുത്തണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അതിനു മുമ്പ് കീഴ്മടം കുഞ്ഞുണ്ണിയോത്സവരെ കണ്ട് ദേവപ്രശ്നം ഒപ്പിക്കണം. എന്താണെന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു ആരാര് പറഞ്ഞതിലും കാര്യമില്ലാതില്ല. ഇക്കാര്യത്തിൽ തിരുമേനിയും കൃഷ്ണാജിയും തീരുമാനം എടുത്താ പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? അതിനു മുമ്പ് ഗ്രാമസംഘം കൂടണം. അടിയന്തരമായ കുറെ കാര്യങ്ങൾ തീർപ്പാക്കാനുണ്ട്. കൊടി കയറി കഴിഞ്ഞാ പിന്നെ
തിരുവുത്സവം കഴിഞ്ഞേ ഗ്രാമസംഘം പാടുള്ളൂ. ശരിയാണ്. ശരിയാ. എന്താ സനരിക, വെട്ടാൻ പഠിക്കണമെന്നുണ്ടോ? വേണ്ടപ്പാ, ഒരു വെട്ടുവെട്ടിന്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല. കന്നാലി വെട്ടുന്ന കാര്യമല്ല, തുണി വെട്ടുന്ന കാര്യ ചോദിച്ചേ. അതായിരുന്ന പോത്തിന്റെ വിവരം വല്ലതും ഉണ്ടാകാ സനരിക? ഇവരാ പോത്തിന്റെ വിവരമെങ്കിലും ഇവരുണ്ടായിരിച്ചെങ്കിൽ അണ്ടികളെ ചണ്ണാനെപ്പോ ഇവിടെ നടക്കുമായിരുന്ന. ഞാൻ ചോദിച്ചതേ കാണാതായ പോത്തിന്റെ വിവരത്തെ കുറിച്ചാ. ആണോ? ചേട്ടത്തി വെറുതെ കുഴപ്പിക്കല്ലേ. ഓ എടാ തങ്കപ്പ, ഓ ഈ പ്രാവശ്യത്തെ ബാലിൽ എനിക്കും കൂടി ഒരു വേഷം മേടിച്ചതാടാ. ഉറപ്പ് പറയുന്നില്ല, അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ആ പിന്നെ എടാ, പറ്റുമെങ്കിൽ കാവിലമ്മയുടെ വേഷം തന്നെ മേടിച്ചു തരണം. കഴിഞ്ഞ വർഷം സുധാകരന് കെട്ടിയോളല്ലോടാ വേഷം ചെയ്തത്. കാണാൻ എന്ത് ചെയ്യാനായിരുന്നു അറിയാമോ? മറിയച്ചേടത്തേക്ക് ചേരുന്നതേ കാവിലമ്മയുടേതല്ല, പിന്നെ? കറുത്തമ്മയുടേതാ. പോടാ അവിടുന്ന്. ഇനി നിന്റെ അടുക്കൊന്നും ഓടിപ്പോയി പോത്തല്ലടാ, നിന്റെ പെമ്പ്രോത്തി ആയിരിക്കും. അതായിരുന്നു ഈ കസനാരിക്കൊക്കെ ഇത്രയും വിഷമം ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഉണ്ടോടാ? എനിക്ക് എന്താ എന്റെ ഷർട്ടിന്റെ കാര്യം? റെഡിയാണല്ലോ. കാണാതെ പോത്തിനെ കിട്ടിയോ? ആഹാ, ഓക്കെ. ഇത് എന്റെ തന്നെയാണോ തങ്കപ്പൻ ചേട്ടാ? പിന്നെ അങ്ങോട്ട് പോയി നോക്കട്ടെ. വെട്ടുമ്പോ നോക്കി വെട്ടണേ. ഷർട്ട് തയ്ക്കാൻ പോയതല്ലേ ഇടാൻ പോയി. ചേട്ടത്തി ഉത്സവത്തിനടുത്തായിരിക്കുമല്ലേ? നോക്കട്ടെ. ആ നന്നായിട്ട് ചേരും. ഓൾക്ക് എന്തിട്ടാലാ ചേരാത്തത്? ഈ ഗ്രാമത്തിന്റെ മൊഞ്ചത്തിക്കുട്ടിയല്ലേ ഓള്. തങ്കപ്പൻ ചേട്ടോ, എങ്ങനെയാണ് ഇട്ടിട്ട്? ഞാനല്ലേ ആ ക്ലാസ് കാണിച്ച് നോക്കട്ടെ. എങ്ങനെയുണ്ട്? പഠിച്ചിരബില്ലാലബീനായി തമ്പിരാനേ. പൂവള്ളി ഗ്രാമത്തിന്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഈ സഭയിലെടുക്കുന്ന തീരുമാനങ്ങൾ ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്ന വിശ്വാസം നമുക്കില്ല. അതോ റൂട്ട് മാറിപ്പോയി. ഈ പഞ്ചായത്തിന്റെ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ പൂവള്ളിക്കാവിലമ്മയുടെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഗ്രാമസഭയ്ക്ക് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും ആശംസകളും നേരുകയാണ്. അപ്പൊ മെമ്പറേ, നമ്മുടെ പോത്തിന്റെ കാര്യം മിണ്ടാതിരിക്കാമോ അവിടെ? നിങ്ങളുടെ പോത്തിന്റെ കാര്യം മാത്രമല്ല, മാത്തന്റെ പോത്തിന്റെ കാര്യമുണ്ട്. അതല്ലേ കസനാരിക്ക പറഞ്ഞത്, നമ്മുടെ പോത്തിന്റെ കാര്യം. നിർത്ത്. അതെ, ആശങ്ക വേണ്ട. എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാനല്ലേ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അംബ മഹേശ്വരി ശ്രീ പൂവള്ളിക്കാവിലമ്മ എന്ന വാലയുടെ സംവിധാനം റബ്ബർ ആ ഫാദർ ചേമ്പുകാട്ടിൽ ചെറിയാൻ ഫിലിപ്പ് എന്ന ഫാദർ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. അതിന് അച്ഛനെവിടെ? അച്ഛൻ വരൂലോ. അതച്ഛന്റെ സ്ഥിരം പല്ലവല്ലേ, കാര്യം കഴിയുമ്പോ അച്ഛൻ വരും. അച്ഛൻ മുതലിൽ പേടിക്കണ്ട, ഇതിന്റെ സംവിധാനം നമ്മൾ ചെയ്തോളാം. അപ്പൊ നാടകത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി, നാടിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. നിന്റെ ശൗചാലയത്തിന്റെ അപേക്ഷ ഉണ്ടല്ലോ, ശരിയാക്കി തരാം. ഓ സന്തോഷമായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കെട്ടിയത് മഹിഷാസുരന്റെ വേഷമായിരുന്നു. അപ്പൊ നമുക്ക് താടി ഉണ്ടായിരുന്നില്ല. താടി ഒരു പ്രശ്നമാവോ മെമ്പറേ? അതിനെ താടി അങ്ങ് വടിച്ചു കളഞ്ഞാ പോരെ കസനാരിക്ക? അത് പറ്റൂല, താടി നമ്മുടെ സുന്നത്താ. തന്റെ താടി അവിടെ ഇരുന്നോട്ടെ, സുന്നത്തും അവിടെ ഇരുന്നോട്ടെ. താൻ മഹിഷാസുരനെ പിടിച്ചത് സുന്നത്ത് എന്താ മെമ്പറെ? കുഴപ്പമില്ലല്ലോ. കാലം വിശ്വാസം രണ്ടും രണ്ടാണ്. ഇത് രണ്ടും ഒന്നാന്ന് വിശ്വസിക്കുന്ന ചില ബോധമില്ലാത്തവന്മാരാണ് ശരിക്കും കുഴപ്പക്കാർ, അല്ലേ കൃഷ്ണാജി? അത് തന്നെ. ഗ്രാമവാസികൾ ഒന്നാകെ ചേർന്ന് നടത്തുന്ന അംബ മഹേശ്വരി ശ്രീ പൂവള്ളിക്കാവിലമ്മ എന്ന ബാലെ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും കൂടിച്ചേർന്ന് ഒരേ മനസ്സോടുകൂടി ഒന്നു ചേർന്ന് നടത്തുന്ന ഒരു കലാരൂപമായി കണ്ടാ മതി. അതെ, കൈയടി ആരും അടിച്ചില്ലേ? അടുത്തതായിട്ട് ഒരു വർഷ കാലയളവിലെ ഗ്രാമസംഘത്തിന്റെ വരവ് ചെലവ് കണക്കുകളും റിപ്പോർട്ട് അവതരണവും അതിന് വിശദീകരണവുമാണ്. ഇതിനു വേണ്ടി ഗ്രാമമുഖ്യൻ കൃഷ്ണപുരത്ത് അനന്തപത്മനാഭ കൃഷ്ണാജിയെ സ്ഥാപനം ക്ഷണിച്ചുകൊള്ളുന്നു.
ആ ഇന്ന് അച്ഛനോടെ പോവായിരുന്നു കേട്ടോ. പോയിരുന്നെങ്കിൽ കാവൽ ഉത്സവത്തിനടുത്ത തീരുമാനങ്ങൾ അറിയായിരുന്നു. ഓ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോളെ, അവിടെ ചെല്ലുമ്പോ അവന്റെ മുഖത്ത് നോക്കേണ്ടി വരും. എനിക്കങ്ങ് മേല. അതിന് മണിയപ്പന്റെ മുഖത്ത് നോക്കാണ്ടിരുന്നാ പോരെ? നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ആടിനകത്ത് കെട്ടിക്കേ, മാറ്, ഞാൻ കെട്ടിക്കോളാം. വാ മോളെ. എന്റെ അച്ഛാ, അച്ഛന്റെ മനസ്സ് എനിക്കറിയാൻ പാടില്ലേ? മണിയപ്പനില്ലാതെ അച്ഛൻ ഗ്രാമസംഘത്തിന് പോവില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലേ? എത്ര വട്ടാ പാവം മണിയപ്പൻ നാണം കെട്ടി പഠിക്കാൻ വന്നു നിന്നു. അച്ഛനൊന്ന് തിരിഞ്ഞു നോക്കിയോ? എന്തിനാ അച്ഛ ഈ വാശി? എന്നെ കുറിച്ചോർത്താണെങ്കിലേ എന്റെ അച്ഛൻ പേടിക്കണ്ട കേട്ടോ. അച്ഛന്റെ ഇഷ്ടം തന്നെയാ എന്റെ ഇഷ്ടം. പിന്നെ എന്റെ അച്ഛനെ മണിയപ്പന്റെ വീട്ടിൽ പോയിട്ട് എല്ലാ പിണക്കങ്ങളും അവസാനിപ്പിക്കണം. ഉത്സവത്തിന് അത്ര സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. വിസ സ്റ്റാമ്പ് ചെയ്തെന്നാ പറഞ്ഞത്. ടിക്കറ്റ് വരുന്ന ഒരു താമസം ഉണ്ടാവത്തുള്ളൂ. കൊറേ നേരം അവിടെ വന്നിട്ട് ഞാൻ കൊറേ നേരം ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. എവിടെയായിരുന്നു? ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു മൂഡൌട്ട്. എന്നാലും നീ ഇല്ലാതെ എങ്ങനെടാ? വിഷമിക്കണ്ടടാ, നിങ്ങൾക്കറിയാലോ വീട്ടിലെ അവസ്ഥ. ഈ ജോലി കിട്ടിയാലേ എനിക്കൊരു സമാധാനമാവത്തുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഇവനും രക്ഷപ്പെട്ടു. നിങ്ങൾ വെറുതെ വാശി പിടിച്ച് അവന് കിട്ടുന്ന നല്ല അവസരങ്ങൾ ഇല്ലാതാക്കണ്ട. ഇത്രയും കാലം ജോലിക്ക് പോകുന്നില്ല എന്നായിരുന്നു പ്രശ്നം. ഇപ്പൊ ജോലിക്ക് പോകുന്നതായോ? അതിന് ജോലിക്ക് പോകണ്ടെന്നാര് പറഞ്ഞു? ദൂരേക്ക് പോകണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ കൊച്ചുകുട്ടിയല്ലേ, കല്യാണം കഴിക്കാറായി. കോഴിക്കുഞ്ഞിനെ പോലെ ഇപ്പോഴും ചിറകിനടിയിൽ പിടിച്ചോണ്ട് നടന്നോ? കാര്യം അമ്മേ. ഓ എന്താണ് അപ്പു, പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് 10,000 തവണയെങ്കിലും അമ്മേ അമ്മയെന്ന് വിളിച്ചില്ലെങ്കിൽ നിനക്ക് ഇത് ഉറക്കം വരില്ലേ? ചേട്ടാ, ഇതാരാ വന്ന് നോക്കിയേ? മണി, എന്നോട് ക്ഷമിക്കട. ഞാനൊരു അച്ഛനല്ലടാ, അതൊരു അമ്മയില്ലാത്ത കുഞ്ഞിന്റെ. എന്നോട് ക്ഷമിക്കട ശിവ. ആശാനെ, എനിക്ക് ആശാനോട് ഒരു വിരോധമില്ല ആശാനെ. പണ്ട് നിലത്തെഴുത്ത് പഠിപ്പിക്കുമ്പോൾ എൻ്റെ തെറ്റുകൾക്ക് എന്നെ തല്ലാറില്ലേ? അതുപോലെ വരുത്തിയ ഒരു തെറ്റിന് തന്ന ശിക്ഷയായിട്ട് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ശ്രീകുട്ടിക്കൊന്ന് ആലോചന മുടക്കാനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആശാനെ. ആശാനോട് ക്ഷമിക്കാം ആശാനെ. ആര് ചെയ്താലും അത് നന്നായി. അന്ന് ആ ആലോചനയോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇവളെ കെട്ടിക്കണമെന്ന് ഈ പോത്തിനല്ലായിരുന്നു ധൃതി. അപ്പൊ കുറ്റം മുഴുവൻ എനിക്കല്ലേ? എടാ ശിവ, എത്ര ശ്രമിച്ചിട്ട് ഇവര് പിരിയാതെ വീണ്ടും വീണ്ടും ഒന്നിക്കുകയാണല്ലോ. ഇത്രയും നാൾ അവഹേളനങ്ങൾ ഏറ്റുവാങ്ങി ഒരു പാവത്തിനെ പോലെ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിഞ്ഞതിന് പിന്നിൽ എനിക്ക് വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. സർവനാശം അതുമാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എടാ സുരകുലോത്തമ, ഒന്ന് പതുക്കെ പറ. ഇവിടെയുള്ള തൂണുകൾക്ക് വരെ കാതുകളുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ നീയാണെന്നറിഞ്ഞാൽ ഇവിടെയുള്ളവർ നിന്നെ മയ്യത്താക്കും. എന്റെ നമ്പൂരിച്ച ഇവരിത് കോളാക്കുവാ തോന്നണേ. എന്റെ കാക്കായെ മയ്യത്തെന്ന് പറയല്ലേ, കൊന്നുകളയെന്ന് പറ. മയ്യത്തെന്ന് പറഞ്ഞ അത്ര മോശം വാക്കൊന്നുമല്ല. മെമ്പർ വിശീലിക്കൊന്നും വേണ്ട, പറയണ പോലെ കേട്ടാ മതി. തിരുമേനിയെ, മഹിഷാസുരന്റെ ഭൃത്യനായിട്ടുള്ള എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അച്ചായ ഡയലോഗ് ഒന്നും തെറ്റിച്ചില്ല. ലേശ റിയലിസ്റ്റിക് ആയി പോയി. ഇവിടെ ഡ്രാമാറ്റിക് പ്രസന്റേഷൻ ആണ് വേണ്ടത്. കാരണം ഇത് ബാലയാണ്. എന്ന് വെച്ചാ നമ്മള് പറഞ്ഞു തരാം. ദേവന്മാർ ഫീരുക്കൾ. ഫീരുക്കളാ? ഫീരുക്കൾ പറ,
ഈ മഹിഷാസുരന്റെ വാളിന്റെ മുമ്പിൽ നിന്നും ഓടി ഒളിക്കുന്നവർ, ഈ മഹിഷാസുരന്റെ മുമ്പിൽ പിടിച്ചേക്കാൻ കഴിയുന്നവർ ആരുണ്ട് ഈ ദുനിയാവിൽ? ഇതാണ് ബാല. ഇതന്നെ ഇതല്ലേ? ആണോ? അല്ലേ? മെമ്പറെ, നമ്മുടെ മറിയച്ചെടുത്തി മെമ്പർ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അല്ല, എന്തിന്? അത് മെമ്പറോട് പറയേണ്ട കാര്യം മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കണത്. പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് മുട്ടക്കോഴി വിതരണമുണ്ട്. അതിന്റെ കാര്യം അറിയാനാ. അത് തന്നെ. സംഗതി അതൊന്നും അല്ല, വേറൊരു കാര്യ. മെമ്പറെ നോക്ക്, നിന്റെ കളി ഈ മറിയന്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് നിന്ന മെമ്പർ സ്ഥാനവും ഉള്ള മാനവും നിന്റെ കയ്യിലിരിക്കും. മനസ്സിലായോ? അള്ളാനാണ്, പഠിച്ചോനാണ്. മറിയടുത്ത് മാത്രം നമ്മൾ അമ്മാതിരി വില കാട്ടൂല. എന്നിട്ട് എവര് പറയുന്നതോ അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ലാസറച്ചായോ, വികാരിയത്തിനും കൂടി വരട്ടെ, നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ആദ്യം വികാരിയത്ത് വരുന്നതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അച്ഛൻ എപ്പോഴും അങ്ങനെയാ, സമയത്തിനങ്ങ് മുങ്ങിക്കളയും. അതും ശരിയാ, അത്രയില്ലാതെ ബാല ഉത്സവത്തിന് തട്ടേ കയറില്ല. എന്തായാലും ഈ മറിയ നമ്മൾ അന്വേഷിച്ചത് എന്തിനാണെന്നാ നമുക്ക് മനസ്സിലാവാത്തത്. പേടിക്കാനൊന്നും ഇല്ല മെമ്പറെ. നമ്മുടെ മറിയക്ക് ബാലയിലൊരു വേഷം കിട്ടാനായിട്ട് നിങ്ങളെ കൊണ്ട് വികാരച്ചനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടിട്ടാ. അത്രേ ഉള്ളൂ. അതിന് അച്ഛന്റെ അടുത്ത് പറഞ്ഞ് ഈ മഹിഷാസുര ബാലയിൽ മറിയത്തിന് കന്യാമറിയത്തിന്റെ വേഷം ഉണ്ടാക്കി കൊടുത്താ പോരെ? അണ്ണാജി, ഇന്ന് അമ്പലത്തിൽ നിന്നുള്ള പറയെടുപ്പും കഴിഞ്ഞ് തെയ്യംകളി കാണാൻ ഈ ഗ്രാമവാസികൾ മുഴുവനും അമ്പലം. ഈ സമയം നമ്മൾ നല്ലപോലെ ഉപയോഗിക്കണം കേട്ടാ. എന്നേക്ക് നീ എത്ര സമയം വേണമല്ലോ എടുത്തോ. നാളെ എന്നൊരു വാക്ക് എൻകിட்ட சொல்லவே കൂടാതെ. ഉറപ്പ്. വണ്ടി ഞാൻ പറഞ്ഞ പോലെ കരിമ്പനക്കാട്ടിലെ പൊളിഞ്ഞ കെട്ടിടത്തിന്റെ പുറകിലുള്ള വഴിയിലിട്ടാ മതി. രാത്രിയിൽ പേടിച്ചിട്ട് അതുവഴി ആരും വരത്തില്ല. അതിലൂടെ പെട്ടെന്ന് പട്ടണത്തിലേക്ക് കടക്കാനും പറ്റും. എவ்வளவு ദൂരം ഇരിക്കും? വേറെ 20 കിലോമീറ്റർ. അത്രേ ഉള്ളോ? പിന്നെ സംഗതി ഒരു കുഴപ്പവും കൂടെ നടത്തി തന്ന ഞാൻ ഏറ്റതുപോലെ നിന്നെ ശിവകാശി കൊണ്ടുപോയിരിക്കും. பூவள்ளி கிராமம் இந்த ராத்திரி வரைக்கும் கோவில் முற்ற தம்மம் விளையாடும் போது இந்த கிராமத்தில் சிவகாசி சிவலிங்கத்தோட விளையாட்டு பார்க்கத்தான் போறேன். ആദായ വിലയ്ക്ക്, ആദായ വിലയ്ക്ക്, ആദായ വിലയ്ക്ക്. വള, മാല, കപ്പൽ എല്ലാം ആദായ വിലയ്ക്ക്, ആദായ വിലയ്ക്ക്, ആദായ വിലയ്ക്ക്. വള, മാല, കപ്പൽ എല്ലാം ആദായ വിലയ്ക്ക്, ആദായ വിലയ്ക്ക്, ആദായ വിലയ്ക്ക്. വള, മാല, കപ്പൽ. വരൂ 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 വരൂ, എല്ലാവരും വരൂ. വള, മാല, കപ്പൽ എല്ലാം ആദായ വിലയ്ക്ക്, ആദായ വിലയ്ക്ക്, ആദായ വിലയ്ക്ക്. വരൂ വരൂ വരൂ. മോളെ മോളെ പറയാം. അത് 20 രൂപ. 20 രൂപ. പറയോ? ഞാനിത് വാങ്ങാം. ഇഷ്ടായോ ചേട്ടാ? ചേട്ടാ ചേട്ടാ, കുറച്ച് വരാം. ശരി ശരി. പോയിട്ട് ആദായ വിൽപ്പന, ആദായ വിൽപ്പന. അനക്ക് ബോള് വേണോടാ? ബോളൊന്നും വേണ്ട, എനിക്ക് അവളെ മതി. നീ முதல்ல ബോള് സാപ്പിട, அதுக்கப்புறம் தான் பொண்ணு. നീ എതുവേ കേട്ടാലും ഞാൻ സാപ്പിട്ടും മീതി താൻ തരും. മനസ്സിലായോ?
ഒരാൾ വിളിക്കും. ആര്? ഏട്ടൻ തന്നെ നോക്ക്. ശ്രീകുട്ടി എന്താ ഇവിടെ? അതെന്നോടാണ് ചോദിക്കുന്നത്. അപ്പോട്ട് ചെന്ന് നോക്ക്. ഒന്ന് പോയി നോക്കടാ അപ്പോ. ശ്രീകുട്ടി എവിടെ? എന്റെ പുറകിലുണ്ടായിരുന്നോ? പോയി നോക്ക്. ഞാനിപ്പോ വരെ കുട്ടികളൊന്ന് നോക്കട്ടെ. ശരി. ഉണ്ടാവും, നമുക്ക് നോക്കാം. ഇനി എവിടെ നോക്കാനാ? പോയിട്ടുണ്ടാവില്ല. അവളിവിടെ കാണും. നമുക്ക് നോക്കാം. നീയാണ് കാരണം. എന്താ പറ്റിയേ? എന്താ പറയണ്ട. ശ്രീകുട്ടിയെ കാണാനില്ല. അയ്യോ, ഇവളെ കൂടെ പുറത്തു പോയതാ. ഞാൻ ഈ ഉത്സവം പറഞ്ഞ മുഴുവൻ നോക്കി. തിരിച്ചപ്പോ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ കൂടെ വന്ന കുട്ടി പിന്നെ അങ്ങോട്ട് പോയി. എനിക്കറിയില്ല. ശ്രീജേച്ചി എന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അവൾ എവിടെ എവിടെയെങ്കിലും കാണും. ചേച്ചി ചേച്ചി വിഷമിക്കല്ലേ. ശിവനോട് ഞാൻ ഇനി എന്ത് പറയും? ആരോടും പറയാതെ ഈ കുട്ടി എങ്ങോട്ടാ പോയത്? നീ വിഷമിക്കല്ലേ, ആ കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇനി വല്ല കൂട്ടുകാരുടെ വീട്ടിലും പോയിട്ടുണ്ടാവോ? എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? ഇത് വെറുതെ മനുഷ്യനെ തീറ്റിക്കാനായിട്ട്. വാ 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 വാ. നിൽക്കണം മണിയന്റെ. അവൻ അറിയാണ്ട് ഒരു സ്ഥലത്തും പോവില്ല. അവന്റെ അടുത്തേന് ചോദിക്കണം. വാ വാ, ചോദിക്ക് ചോദിക്ക് ചോദിക്കണം. ചോദിക്കും ചോദിക്കും. ചോദിച്ചോ. എവിടെടാ നിന്റെ മോൻ അപ്പോ? വാടാ ശിവ, നമുക്ക് പോയെന്ന് അന്വേഷിക്കാം. എന്താ എന്താ പ്രശ്നം? അപ്പൂനെ കണ്ടായിരുന്നു പ്രസാദ്. അവൻ കുറച്ചു മുമ്പ് വരാന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ? അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലേട്ടാ, അവൻ ഒറ്റയ്ക്ക് പോണുണ്ട്. എന്നാ പോക്കലി ശ്രീകുട്ടിയെ പൊക്കിക്കാണു. അവൻ ആലോചന മുടക്കി അവൻ അതിന് മടിക്കൂല. ശിവ, കുറച്ചു മുമ്പ് അവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാ. അപ്പനും മോനും ചേർന്ന് പൊട്ടനാക്കരുന്നല്ലടാ. ശിവ, എനിക്ക് അറിയില്ല. നിനക്കറിയില്ല? അമ്മയില്ലാതെ വളർത്തിയ ഒരു അച്ഛന്റെ ദുഃഖം കണ്ണി രണ്ടു ഒഴിച്ച് കാവലിരുന്നതാണ്. എന്നിട്ടും എന്റെ മോളെ ശിവ ശ്രമിച്ച എന്റെ മകൻ അപ്പൂനെ ജീവനോടെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ശ്രീകുട്ടി എനിക്ക് തിരിച്ചു കിട്ടണം. ചേട്ടൻ വീട്ടിലേക്ക് വെക്കോ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സണ്ണിച്ച, നിന്റെ പിള്ളേരെ കൂടെ കൂട്ടിക്കോ. തകരുന്നു ബന്ധങ്ങൾ വീശുന്ന കാറ്റിൽ, പിടയുന്ന ഹൃദയങ്ങൾ പൊഴിയുന്നു മോഹങ്ങൾ. തകരുന്നു ബന്ധങ്ങൾ വീശുന്ന കാറ്റിൽ, പിടയുന്ന ഹൃദയങ്ങൾ പൊഴിയുന്നു മോഹങ്ങൾ. ഉരുകുന്നൊരച്ഛൻ്റെ നെഞ്ചകക്കൂട്ടിൽ വീശുന്നു വേർപാടിൻ നൊമ്പരക്കാറ്റ്. ഉരുകുന്നൊരച്ഛൻ്റെ
അച്ഛൻ്റെ നെഞ്ചകക്കൂട്ടിൽ വീശുന്നു വേർപാടിൻ നൊമ്പരക്കാറ്റ്. തകരുന്നു ബന്ധങ്ങൾ വീശുന്ന കാറ്റിൽ. പിടയുന്ന ഹൃദയങ്ങൾ പൊഴിയുന്നു മോഹങ്ങൾ. സാന്ത്വനത്തിൻ സ്പർശനരാഗം പാടാതെ പാറി പറന്നങ്ങു പോയി. സാന്ത്വനത്തിൻ സ്പർശനരാഗം പാടാതെ പാറി പറന്നങ്ങു പോയി. ഇണക്കിളി തേങ്ങി ശോകാർദ്രം ചിറകടി തേടി നെഞ്ചോരം. ഇണക്കിളി തേങ്ങി ശോകാർദ്രം ചിറകടി തേടി നെഞ്ചോരം. നെഞ്ചോരം നെഞ്ചോരം. തകരുന്നു ബന്ധങ്ങൾ വീശുന്ന കാറ്റിൽ. പിടയുന്ന ഹൃദയങ്ങൾ പൊഴിയുന്നു മോഹങ്ങൾ. പൈതലെന്തേ താരാട്ടിന്നീണം കേൾക്കാതെ തേങ്ങി കരഞ്ഞെങ്ങോ പോയി. പൂമ്പൈതലെന്തേ താരാട്ടിന്നീണം കേൾക്കാതെ തേങ്ങി കരഞ്ഞെങ്ങോ പോയി. ചെറുകിളിയേതോ രാവോരം പിൻവിളി കാത്ത് കാതോരം. ചെറുകിളിയേതോ രാവോരം പിൻവിളി കാത്ത് കാതോരം. കാതോരം കാതോരം. തകരുന്നു ബന്ധങ്ങൾ വീശുന്ന കാറ്റിൽ. പിടയുന്ന ഹൃദയങ്ങൾ പൊഴിയുന്നു മോഹങ്ങൾ. അണ്ണന്റെ കരച്ചില് കേട്ടാ തോന്നൂലോ കാണാതെ പോയത് അണ്ണന്റെ മോളാണ്. നാളെ ബ്ലേഡുകാരി അച്ഛമ്മയുടെ പൈസ കൊടുത്തില്ലെങ്കിൽ തല്ല് കിട്ടുന്ന കാര്യം ഓർത്ത് കരഞ്ഞതാടാ. കാവിലമ്മേ, മംഗലത്ത് ആശാന്റെ ആടിനെ കക്കാൻ നീ ഒന്ന് ഞങ്ങളെ സഹായിക്കണേ. പകരം ഈ തല പകുതി മൊട്ടയടിക്കേക്കാം. അനങ്ങലേ അനങ്ങലേ, നോക്കട്ടെ നോക്കട്ടെ. പോയി പിടിക്കണം പിടിക്കണം പിടിക്കണം. ഓടി വേണ്ട അണ്ണ ഓടി വാ.
അതൊരു രക്ഷയാണ് എൻ്റെ അമ്മേ. അവിടെ നിൽക്കടാ. ഇത് എങ്ങോട്ടേക്കുള്ള വഴിയാന്ന് നിനക്കറിയാം? ഇതാ പ്രേതാലത്തേക്കുള്ള വഴിയാടാ. അത് കണ്ടാ നീ? എൻ്റെ അമ്മ. എന്തിനാ ഓടണത്? എന്താ എന്താ പ്രശ്നം? ഇതാ തമിഴ്നാട്ടുകാരന്റെ വണ്ടിയാണല്ലോ. അതെ ആശാനെ. നിങ്ങൾ എല്ലാവരും കെട്ടിടത്തിന്റെ പല വശത്തായി വളയണം. എടാ വളയാനേ നടുവിന് അല്പം ബുദ്ധിമുട്ടാ. ഇത് ആ വളയൊക്കെ പൊട്ടാ. പഠിച്ച ചൂടുകൾ ഓർപ്പിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു അവസരമാണിത്. വാ. ശരി ആശാനെ. വാടാ പിള്ളേരെ. ഇവിടം തെരഞ്ഞെടുത്ത നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പ്രയത്തെ പിടിച്ച് ആരും കൊണ്ട് വരില്ല. അണ്ണാച്ചി കൂടുതൽ സമയം കളയണ്ട. ആളുകൾ ഇറങ്ങി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് പട്ടണത്തിൽ എത്തണം. അണ്ണാജി இந்த കയറ് போதுமா? போதுமடா. மெதுவா கட்டണം. ഉയിര് പോണാ ദുട്ട് കിടക്കാതെ. അണ്ണാച്ചി അപ്പൊ എന്റെ കാര്യം നിന്റെ കാര്യം നേട്ടടാ. പണിയൻ ചേട്ടാ, പണിയൻ ചേട്ടാ, മണികണ്ഠാ, പണിയൻ ചേട്ടാ, പണിയൻ ചേട്ടാ. നിന്റെ മകനെ കവലയിലിട്ട് ആളുകൾ തല്ലണു. ഒന്ന് വരിക. എന്തെങ്കിലും ചെയ്തില്ലച്ചാ അവൻ ചത്തുപോകും. നാട്ടുകാരെല്ലാം കരയറി നിൽക്കുകയാ. അതെന്റെ മകനായിരിക്കും. അവൻ ചത്തുപോയില്ലേ? ചേട്ടൻ നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. നമ്മുടെ കുഞ്ഞല്ലേ അവൻ. ഒന്ന് പോ എന്റെ അപ്പ. അപ്പൂണ്ണൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാ. മണിയൻ ചേട്ടാ, അപ്പൂനൊന്നും സംഭവിക്കാതിരുന്നാൽ മാത്ര ശ്രീകുട്ടി എവിടെയാണെന്ന് അറിയാൻ പറ്റൂ. എന്റെ കർത്താവേ, ഇവന്മാർ എന്തായി കാണിക്കണേ? ആരും ഒന്നും ചെയ്യരുതേ. ഇളം നിർത്ത്. മോനെ അപ്പു, നിങ്ങൾ ഇവനെ തല്ലിക്കൊന്നാൽ കാണാതായ പെൺകുട്ടിയെ തിരിച്ചു കിട്ടുമോ? ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ ഒരു ഗ്രാമസംഘത്തിന്റെയും ഗ്രാമമുഖ്യന്റെ ആവശ്യമില്ലല്ലോ. അഴിക്ക് പെട്ടെന്ന്. മോനെ അപ്പു, മോനെ അപ്പു, അച്ഛനോടെങ്കിലും തുറന്നു പറ ശ്രീകുട്ടി എവിടെയെന്ന്. എനിക്കറിയില്ല അച്ഛാ. എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ? ഇനി അതല്ല, എന്നെ തല്ലിക്കൊന്ന കാണാതെ ശ്രീകുട്ടിയെ കിട്ടുമെങ്കിൽ മരിക്കാൻ ഞാൻ തയ്യാറാ. മോനെ എവിടെ? എന്റെ മോള്, എന്റെ മോള് ശ്രീകുട്ടി എവിടെ? ഞാൻ എന്റെ കാല് പിടിക്കാം. എന്റെ മോള് എവിടെ? ഒന്നൊന്ന് പറ. സാറേ, കാവലമ്മയാണ് സത്യം. ശ്രീകുട്ടി എവിടെയാന്ന് എനിക്ക് അറിയില്ല. എന്റെ ഫ്രണ്ടിന്റെ അപകടം പറ്റിയെന്ന് ഫോൺ വന്നിട്ട് അവരെ കാണാനായിട്ട് പോയതാ. ഞാൻ ആകെ ചെയ്തൊരു തെറ്റ്. ആര് പറയാണ് ശ്രീകുട്ടിനൊന്ന് ഇഷ്ടപ്പെട്ടു പോയതാ. അതിനുള്ള ശിക്ഷ എനിക്ക് ആവശ്യത്തിലേറെ കിട്ടി. മോനെ, അയ്യോ, മാറ്, മാറ്. മോനെ, അയ്യോ. അപ്പ എന്നെ ഒന്ന് വിശ്വസിക്കാപ്പ. സത്യമായിട്ടും ശ്രീകുട്ടി എവിടെയെന്ന് എനിക്ക് അറിയില്ല. അപകടം പറ്റി കിഷോറിനെ കാണാനായിട്ട് പോകാൻ ഞാൻ. പക്ഷെ എന്തോടെയായിരുന്നു അപ്പ. ശിവ, നീ ഒന്ന് സമാധാനിക്കും. ഞാൻ എങ്ങനെ സമാധാനിക്കണമെന്ന് അച്ഛൻ? ശ്രീകുട്ടി അന്വേഷിച്ച് നമ്മുടെ പിള്ളേര് പോയിട്ടുണ്ടല്ലോ. കരുണാമയനായ കർത്താവ് നിന്റെ കണ്ണീര് കാണാതിരിക്കില്ല. ശിവ, നീ വിഷമിക്കണ്ടല്ലോ. ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മുടെ ശ്രീകുട്ടി തിരിച്ചു വരും.
സനിച്ച ഇവിടെ എവിടുന്നാ കിട്ടിയത്? കരിമനക്കാട്ടിലെ പൊളിഞ്ഞു കെട്ടിടത്തിന്ന്. ഇവിടെ കൂടാതെ കുറച്ചു പേരെ കൂടി കിട്ടിയിട്ടുണ്ട്. അവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. നടക്കാവുന്നു കിട്ടിയൊന്ന് പോരെ. ആശാനെ, ഞങ്ങളെ കക്കാൻ നടന്ന ആശാന്റെ ആടാണ് ഈ ഗ്രാമത്തെയും ശ്രീകുട്ടിയെയും രക്ഷിച്ചത്. ഇവിടെ ഞങ്ങളെ ഓടിച്ചോടിച്ചൊരു പഴയ പ്രേതാലയത്തെ കൊണ്ടുവന്നാക്കി. അവിടെ ചെല്ലുമ്പോ ശ്രീകുട്ടി അവിടെ നിക്കണ് അല്ലടാ. ആ, ഞങ്ങൾ ഇവിടെയല്ല, ഇവിടെ ഞങ്ങളെ ഓടിക്കും. ഞങ്ങക്ക് പിന്നെ മനസ്സിലായത്. അയ്യോ വേണ്ട, ഞാൻ പറയാം. നിങ്ങൾ കരുതുന്ന പോലെ ഒരു വില്ലൻ അല്ല ഞാൻ. ഈ ഗ്രാമത്തിൽ ഒരുപാട് കന്നുകാലികൾ ഉണ്ടെന്നറിഞ്ഞ് ഈ ചെമ്പോത്തിനെയും കൂട്ടുപിടിച്ച് കുറെ കന്നുകാലികളെ കട്ടെന്നല്ലാതെ ഒരു തപ്പും ഞാൻ ചെയ്തിട്ടില്ല. നായിന്റെ മോനെ, അനക്ക് എന്റെ പോത്തിനെങ്കിലും വെറുതെ വിട്ടുകൂടായിരുന്നോടാ. അപ്പൊ ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആരാടാ? അപ്പൂന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കിഷോർ, അവനാണ് ഇതിലെ പ്രധാന വില്ലൻ. ഗുമ്മാർക്ക് കിട്ടണോ തല്ല പോവൻ ചർക്കം മേടിച്ചു കൂട്ടിയത്. അങ്ങോട്ട് നടക്കട ഹിമാറെ. കിഷോറെ, എന്തിനായിരുന്നടാ? എടാ, ആദ്യമൊക്കെ നിന്റെ പ്രേമം കണ്ടിട്ട് എനിക്ക് പുച്ഛമായിരുന്നു. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും നിനക്ക് ശ്രീകുട്ടിയോടുള്ള ഇഷ്ടം എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാനും അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നീടുള്ള എൻ്റെ ഓരോ നീക്കവും നിന്നെ അവളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതെ, നീ ചെയ്തെന്ന് ഈ ഗ്രാമം മുഴുവൻ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്നോടൊപ്പം നിന്ന് ചെയ്ത ഈ ഞാനാ. നിന്നെ ഈ ഗ്രാമം വെറുക്കാൻ, ഇവള് വെറുക്കാൻ. ഒന്നും നടക്കാതെ വന്നപ്പോൾ അവസാനം കണ്ട മാർഗമാണ് ഇവളെ തട്ടിക്കൊണ്ടുപോവാന്നുള്ളത്. പക്ഷെ പരാജയപ്പെട്ടു. അങ്ങനെ എല്ലാ കഥയിലെയും വില്ലനെ പോലെ പരാജയപ്പെടുന്ന വില്ലനായി ഞാനും. കൃഷ്ണാജി, ഗ്രാമസഭ കൂടിയിട്ട് യുവമാർക്കുള്ള ശിക്ഷ ഉടനെ കൊടുക്കണം. നമ്മുടെ ഗ്രാമത്തിലല്ലാത്തവന്മാർക്കുള്ള ശിക്ഷ വിധിക്കാൻ ഗ്രാമസംഘത്തിന് അധികാരമില്ല. നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ ഒന്നും ആവാനും പോകുന്നില്ല. ഇവരെ പോലീസിന് കൈമാറുവാൻ ഈ പൂവള്ളി ഗ്രാമത്തിലെ ഗ്രാമത്തലവനായ ഞാൻ ഉത്തരവിടുന്നു. കൃഷ്ണാജി, ഇനിയെങ്കിലും എന്റെ മകന്റെ കാര്യത്തിലും ഇവന്റെ മകളുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. അയ്യോ, അതിന് തീരുമാനം എടുക്കേണ്ടത് ഗ്രാമമുഖ്യനല്ലല്ലോ, മംഗലത്ത് ശിവനല്ലേ? അല്ലേ ശിവ? എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം. ഇനി നിനക്ക് എന്ത് വേണം കൂടി ആലോചിക്കാനുള്ളത്? അല്ല, എന്റെ മോളുമായിട്ടൊന്ന് കൂടി ആലോചിക്കണം. അതെ, അപ്പോ ശ്രീകുട്ടി കൂടെ മറിച്ചോട്ടിരുന്ന് കൂടി ആലോചിക്കണം. ഇവിടെ അടുത്ത് വാ. മിശിഹായുടെ തീരുമാനവും സഭാ നടപടികളും അനുസരിച്ച് ഈ നിൽക്കുന്ന കാളവണ്ടിക്കാരൻ മണികണ്ഠന്റെ മകൻ അപ്പുവിനെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണോന്ന്? സമ്മതമാണോ പറയ്. സമ്മതമാണ്. അപ്പൊ നിനക്കോ? എനിക്ക് പണ്ടേ സമ്മതമല്ലായിരുന്നു അച്ചോ. ഡേ പയ്യ, നീ എതുക്കടാ ഞങ്ങളുടെ മാതിരി മണ്ടത്തരം കാണിച്ചേ? ഉനക്കാ പൊണ്ണെന്തൊക്കെ ഊറ് വിട്ട് പോകൂടാതാ? എടോ തെണ്ടി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അവളെയും കൊണ്ടങ്ങ് കൊച്ചിക്ക് പോകാനല്ല. എന്റെ ചങ്കിന്റെ ചങ്കിനെ അവൻ എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ നിന്നെ പോയി ചെറ്റേടാ ചെറ്റ. I have played a pretty drama for my friend and his love. Everything was in the way of my plan. എടാ തങ്കപ്പനു, നിന്റെ കയ്യിലായിരുന്ന ആട് നേടാ. ഇത്ര നേരം എന്റെ കയ്യിലുണ്ടായിരുന്നാണ്. എന്റെ ദൈവമേ, അച്ചാമ്മേന്റെ മുതുകത്ത് കൈവയ്ക്കൊല്ല. അയ്യോ, എടാ പോയി പിടിക്കടാ. നിക്കടി അവിടെ.